കർത്താവിന്റെ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥിതിയിലായിരിക്കാൻ കർത്താവിന് വേണ്ടി നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർപ്പിച്ചതുപോലെ, നമ്മൾ ഒരു പ്രസംഗം കേൾക്കുന്നു എന്നുള്ള ലാഘവത്തോടു കൂടെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ ഒരു എന്താ പറയുന്നത്, ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ക്രിസ്തുവിൽ ആരാണ് എന്ന് തിരിച്ചറിയാനും, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തുവാണ് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതിന്റെ ഗൗരവം എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്നലെ രാത്രിയിൽ വരെ ചിന്തിച്ച ചില ഭാഗങ്ങൾ, അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ന് രാത്രി ചിന്തിപ്പാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. ഇന്നലെ നമ്മൾ ലാസ്റ്റ് ചിന്തിച്ച് നിർത്തിയത്, നമ്മൾ ക്രിസ്തുവിൽ ആരാണ്, യേശുവിന് പകരം നമ്മളെ കർത്താവ് ഈ ലോകത്തിൽ വെച്ചിരിക്കുന്നു. ആ ഒരു പദവിയെ കമ്പയർ ചെയ്തുകൊണ്ട്, തുലനം ചെയ്തുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ഇന്നലെ രാത്രിയിൽ ചിന്തിക്കുകയുണ്ടായി. സോ അത് ഭാഗങ്ങളിൽ കണ്ടു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു വീഡിയോ കാണിച്ചുകൊണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ. ആ വീഡിയോ ഒന്ന് ഇംഗ്ലീഷിലാണ്, പക്ഷെ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നെ കൊണ്ട് കഴിയുന്ന രീതി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ നമുക്കിതൊന്ന് കണ്ടുകൊണ്ട് ഇന്നത്തെ നമുക്ക് ആരംഭിക്കാം. ദേവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇത് ഒരിക്കൽ നടന്നൊരു സംഭവമാണെങ്കിലും നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ സന്തോഷം അനുഭവിക്കുന്നത്. നമ്മുടെ സന്തോഷത്തിന്റെ പിന്നിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ യാതന, താൻ അനുഭവിച്ച കഷ്ടത, താൻ അനുഭവിച്ച വേദനകൾ നമുക്ക് മറക്കാൻ കഴിയില്ല. കർത്താവിന്റെ വേദനയും സങ്കടവുമാണ് നമ്മുടെ ഇന്നത്തെ സന്തോഷം. കർത്താവ് തന്നെ കാൽവരി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തതാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും കാര്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ കർത്തൃമേശയുടെ കാര്യം പറയുമ്പോൾ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. എന്തോ ഓർമ്മ? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. ഒരു നിസ്സാരമായ കാര്യമല്ല. നമ്മളിതൊക്കെ നിസ്സാരമായി പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും ഒരിക്കലും നിസ്സാരമായ ഒരു കാര്യമല്ല. ഒരു മനുഷ്യൻ കാൽവരി ക്രൂശിൽ കിടന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ, അതും ഇഞ്ചിഞ്ചായി മരിക്കുക എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. കർത്താവ് നമുക്ക് വേണ്ടി പെട്ട പാടുകൾ എന്തിനു വേണ്ടിയിട്ടാ? മാനവജാതിയെ രക്ഷിക്കാൻ വേണ്ടി. ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം ഇതായിരുന്നു. ഈ മാനവജാതിയെ രക്ഷിക്കാൻ കർത്താവ് അത്രയും പങ്കപാടുകൾ സഹിച്ചു. ഇനി ബാക്കി ഉത്തരവാദിത്വം, ഈ ജനത്തിന്റെ ഇടയിൽ ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഉത്തരവാദിത്വം. സോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത്, ഈ ഉത്തരവാദിത്വത്തിൽ നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ കഴിയില്ല. ഈ ഉത്തരവാദിത്വം നമ്മുടെ മേൽ കിടപ്പുണ്ട്. പൗലോസ് പറഞ്ഞൊരു പദം ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. നിർബന്ധം എന്റെ മേൽ കിടക്കും. നിർബന്ധം എന്റെ മേൽ കിടക്കും. ഇന്ന് രാത്രി അത് പൗലോസിനോട് ചേർന്ന് പറയാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? നിർബന്ധം എന്റെ മേൽ കിടക്കും. ഇവിടെ ഇരുന്ന് പാസ്റ്റർ നിർബന്ധിക്കുന്നതുകൊണ്ട് എന്നാ പോയാക്കെന്ന് വിചാരിച്ചല്ല. പൗലോസ് പറയുക, നിർബന്ധം എന്റെ മേൽ കിടക്കും. നിർബന്ധം എന്റെ മേൽ കിടക്കും. അടിമത്തത്തിൽ കിടക്കുന്നവന്, പ്രതിസന്ധിക്കകത്ത് കിടക്കുന്നവന് യേശു എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടിയാൽ മതി. അത് അവന്റെ ജീവിതത്തിൽ വെളിച്ചമാണ്. ഈ വെളിച്ചം, കർത്താവ് പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. ഇരുട്ടത്ത് വെട്ടമില്ലാതെ, നമ്മൾ ഇന്നലെ ഓർപ്പിച്ചല്ലോ, ഇരുട്ടത്ത് വെട്ടമില്ലാതെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി. ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഒരു കൂരിരുട്ടിനകത്ത് പെട്ടു, വെട്ടമെല്ലാം നഷ്ടപ്പെട്ടു, ഒരു വെട്ടവും ഇല്ല കയ്യില്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ വെളിച്ചം എവിടെയെങ്കിലും കണ്ടാൽ എന്തായിരിക്കും ആ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നുക? ഒരു വലിയ പ്രതീക്ഷ തോന്നും, അല്ലെ? എനിക്ക് അവിടെ ചെന്നാൽ ഒരു സഹായം കിട്ടുമായിരിക്കും. വലിയ പ്രതീക്ഷയാ. അപ്പൊ പ്രകാശം എന്ന് പറയുന്നത് ഹോപ്പാ, പ്രതീക്ഷയാ. അതുപോലെ നിരാശയായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യന് ഒന്നുമില്ല, എന്തുവാ? അപ്പൊ ഒരു ഇരുട്ടിനകത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് ഒരു വെളിച്ചം എവിടെയെങ്കിലും കണ്ടാൽ അതൊരാശ്വാസം കൂടെ. നമുക്ക് പലർക്കും ഒരു ആശ്വാസമായിട്ട് മാറാം. യേശു പലർക്കും ഒരു ആശ്വാസമായിരുന്നു. നമുക്ക് കർത്താവിന് വേണ്ടിയിട്ട് ജനത്തിന്റെ മുൻപിൽ അവർക്കൊരു ആശ്വാസമായിട്ട് മാറാം. ദൈവമക്കളെ, നമ്മളെ കർത്താവ് വെച്ചിരിക്കുന്നത് പലർക്കും ആശ്വാസമായി മാറാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ സ്ഥിതി എനിക്ക് ആരാശ്വാസം തരുമെന്ന് വിചാരിച്ചായിരിക്കും നമ്മളിരിക്കുന്നത്.
എന്റെ സ്ഥിതിക്ക് എങ്ങനെ ഭേദം വരും, എന്റെ സ്ഥിതിക്ക് എങ്ങനെ മാറ്റം വരും എന്നായിരിക്കും നമ്മൾ ഇന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ സ്ഥിതികളെയൊക്കെ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഇസ്രായേൽ ആനന്ദിക്കുകയും യാക്കോബ് ഉല്ലസിക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനെ ഒരു സന്തോഷവും ആനന്ദവും ഉള്ളിലുണ്ട്? ദൈവമൻ നമ്മളിലൂടെയൊക്കെ രക്ഷിക്കപ്പെടുന്ന ആൾക്കാർ അനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നു. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു 7 ദിവസം എടുത്ത് ഇതുപോലെ ഒരു ട്രെയിനിങ് എടുത്തു കഴിഞ്ഞിട്ട് ഹിന്ദിക്കാരുടെ ഇടയില്ല, ഹിന്ദിയിലെടുത്ത് ഇന്ന് രാവിലെ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ലാസ്റ്റ് ദിവസം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവദാസൻ പറഞ്ഞ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവർ ചർച്ച ചെന്ന് ഒരു ആരാധനയ്ക്ക് കയറി നിന്നപ്പോൾ ഇതുവരെ ഇല്ലാത്ത വലിയ ആത്മസാന്നിധ്യം സഭയ്ക്കകത്ത് ഇതുവരെ അവർ അനുഭവിച്ചു. കുറെ നാളായിട്ട് അവർ ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ, പക്ഷെ അവർ ഇതുവരെ അനുഭവിക്കാത്തൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. ഞാനത് അറിഞ്ഞു പോലുമില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന രീതികൾ, നമ്മൾ നിർമ്മല ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നാൽ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്നു കൊടുത്താൽ, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ അനേകർക്ക് ആശ്വാസവും, അനേകർക്ക് വെളിച്ചവും, അനേകർക്ക് സൗഖ്യവും, ആൾക്കാർക്ക് എന്താണോ വേണ്ടിയത് അതെല്ലാം കൊടുക്കാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തും. രാത്രി അങ്ങനെ ഒരു വലിയ സമർപ്പണത്തോടെ നമുക്ക് അടുത്ത ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നലെ പറഞ്ഞു നിർത്തിയ കാര്യം ഇതായിരുന്നു: എന്തുകൊണ്ട് നമ്മൾ ഈ കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയണം, എന്തുകൊണ്ട് നമ്മൾ ശിഷ്യന്മാരെ ഉളവാക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിന്റെ 15 റീസണെ കുറിച്ച് നമ്മൾ പറഞ്ഞു, 15 കാരണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. യേശു ശിഷ്യന്മാരെ ഉളവാക്കി, യേശുവിന്റെ ശിഷ്യന്മാരെ ഉളവാക്കി, യേശുവിന്റെ 2, 3 ജനറേഷൻ, പിന്നീടുള്ള ജനറേഷൻ ഒക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ കാണുന്ന അവരെല്ലാം ശിഷ്യന്മാരെ ഉളവാക്കി. അതുകൊണ്ട് നമ്മൾ ശിഷ്യന്മാരെ ഉളവാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഗ്രേറ്റ് കമ്മീഷൻ. യേശുവിന്റെ അന്ത്യകൽപ്പനയ്ക്കകത്ത് യേശു നേരിട്ട് പറഞ്ഞു, ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കുവീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളും അത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 5-ാമത്തെ കാര്യം, ആദ്യ നൂറ്റാണ്ടിലെ സഭ, ആ സഭയ്ക്കകത്ത് മുഴുവൻ ഉണ്ടായിരുന്നത് ശിഷ്യന്മാരായിരുന്നു. നമ്മൾ ആ വാക്യസഹിതം കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്കും ഇന്നത്തെ സഭയിൽ നമ്മളെല്ലാവരും ശിഷ്യന്മാരായേ പറ്റൂ. അത് നമുക്ക് അതിനകത്ത് ഒഴിഞ്ഞിരിക്കാൻ കഴിയില്ല. അടുത്ത് നമ്മൾ കണ്ടത് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നടക്കുന്ന സംഭവങ്ങൾ. എല്ലാ സംഭവങ്ങൾക്കകത്തും അതിന്റെ അവസാനം വന്നു നിൽക്കുന്നത് ആത്മാക്കളുടെ രക്ഷയും സുവിശേഷ പ്രസംഗത്തിലുമാണ്. സോ അതുകൊണ്ട് നമ്മളും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നമ്മുടെ ലൈഫിലൊക്കെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യം, സഭയിൽ പറയാൻ കാണിക്കുന്ന ആവേശം നമ്മൾ പുറത്ത് കാണിച്ചാൽ 10 പേര് രക്ഷിക്കപ്പെടും. എനിക്ക് പാസ്റ്റർ സമയം തന്നില്ലെന്ന് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ആ സാക്ഷ്യം പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ 10 പേർക്ക് ഇത് ഗുണമാകും. യേശുവിന് സഭയെ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം, പണ്ടൊരിക്കല് ഒരു അച്ചായൻ ഇങ്ങനെ എഴുന്നേറ്റ് എന്ന് സാക്ഷ്യം പറയാം. അച്ഛൻ സാക്ഷ്യം പറഞ്ഞത് ഇതാണ്: എനിക്ക് കഴിഞ്ഞ ആഴ്ച ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ചങ്കിന് വലിയ വിഷമമൊക്കെ ആയിരുന്നു, ഭയങ്കര, ഞാൻ മരിച്ചു പോകുന്നപ്പോൾ വലിയ ഭീതി എനിക്കുണ്ടായിരുന്നു. കർത്താവ് എന്തായാലും എന്നെ രക്ഷപ്പെട്ട് ഞാൻ ആശുപത്രിയിൽ നിന്നൊക്കെ പുറത്തു വന്നപ്പോൾ ഞാൻ ഇവിടെ സന്തോഷത്തോടെ നിന്ന് സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പ്രതീക്ഷിച്ച് ഇത്രയും സാക്ഷ്യമൊക്കെ പറയുമ്പോൾ, ചങ്കല്ലേ, ചങ്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടായപ്പോൾ ഈ സൗഖ്യമായെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വലിയ ആവേശത്തോടെ സ്വത്രം പറയുന്നൊക്കെയാ പുള്ളി പ്രതീക്ഷിച്ച്. ഇത് പുള്ളി പറഞ്ഞിട്ട് ആരും വേണ്ടിയില്ല, ആരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ പുള്ളിക്ക് അങ്ങ് ദേഷ്യം വന്നു. പക്ഷെ വല്ലതും പറയാൻ പറ്റുമോ? പുള്ളി പറഞ്ഞു, ആ ചങ്ക എന്റെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ സ്വത്രം പറയാഞ്ഞെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പറയുന്ന സാക്ഷിയൊക്കെ സഭയ്ക്കകത്ത് പറഞ്ഞാല് അവർക്കൊന്നും ഇതൊന്നും വലിയ അത്ഭുതമായിരിക്കത്തില്ല, അല്ലെ? സഭയിലിരിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങളിപ്പോ ഒരു മാജിക്ക് നടത്തുന്ന സ്ഥലത്തൊന്ന് ചെന്ന് നോക്കി, ഒരു മജീഷ്യൻ വരികയാണെന്ന് വിചാരിച്ചു. മജീഷ്യൻ വരുന്ന സ്ഥലത്ത് നമ്മള് ഈ വലിയ മാജിക്ക് കാണാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യത്തെ ദിവസം ഭയങ്കര ആവേശത്തോടെ പോകും. ആ മാജിക്ക് തന്നെ പിറ്റേ ദിവസം കാണുമ്പോഴോ അത്രയും ആവേശം കാണത്തില്ല. അതേ മാജിക്ക് തന്നെ 2-3 പ്രാവശ്യം കണ്ടാലോ അത്രയും പോലും ആവേശം കാണത്തില്ല. അന്നേരം പിന്നെ നമ്മൾ ഇരിക്കും, ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടാന്നുള്ള ആ മനോഭാവത്തോടെ നമ്മളിരിക്കും. ഇതാണ് സഭയിലെ അനുഭവം എന്ന് പറയുന്നത്. സഭയിലെ വിശ്വാസികൾക്ക് എത്ര അത്ഭുതം കണ്ടാൽ ഇതൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല. കാരണം ഇതൊക്കെ നമ്മൾ സൗഖ്യമായോ, അത് കർത്താവ് അത് ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ആരുടെയും കുഴപ്പമല്ല. ഏത് വലിയ അത്ഭുതമാണെങ്കിലും നിരന്തരം അത്ഭുതം കാണുമ്പോൾ അത് അത്ഭുതം ഒന്നും ഒരു അത്ഭുതം അല്ലാതാകും എന്നുള്ളതാണ് വേറൊരു അത്ഭുതം. ഓക്കെ, സോ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പുറത്തു പോയി കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ അവർക്കത് അത്ഭുതമായിരിക്കും. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ സാക്ഷ്യങ്ങളെ പറയാൻ നമ്മൾ ശ്രമിക്കുക. 7-ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: യേശുവിന്റെ മിഷൻ ഓറിയന്റഡ് പ്രയർ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. ആ അധ്യായം വായിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ വായിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായിക്കാത്തവരുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നന്നായിട്ട് വായിക്കുക, പല ആവർത്തി വായിക്കുക. അതിനകത്ത് യേശുവിന്റെ ഒരു മിഷൻ ഓറിയന്റഡ് പ്രയർ ആണ്. എന്റെ ലൈഫിനെയൊക്കെ മാറ്റിമറിച്ച ഒരു പ്രാർത്ഥനയാണ് യേശുവിന്റെ ആ പ്രാർത്ഥന. ഞാൻ അതുകൊണ്ടാണ് അത് വായിക്കണം എന്നൊക്കെ നിങ്ങളോട് പറയാനുള്ള കാരണം. ഓക്കെ, ആ പ്രാർത്ഥനയ്ക്കകത്ത് യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശിഷ്യന്മാരിലൂടെ
പിന്നീട് രക്ഷിക്കപ്പെടേണ്ടിയവരെ കുറിച്ച് അവർക്ക് വേണ്ടി കൂടെ ഒക്കെ യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിന്റെ പ്രാർത്ഥനയുടെ ദീർഘവീക്ഷണം ഭയങ്കരമാണ്. സോ നമുക്കും അങ്ങനെ ഒരു വലിയ ദീർഘവീക്ഷണം ഉണ്ടാകണം. ഞാൻ ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരും, അവർ വേറെ ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരും, അങ്ങനെ ഇതിങ്ങനെ ഒരു ചെയിൻ പോലെ പോകുമെന്നുള്ള ഒരു വലിയ വിശ്വാസവും ഒരു പ്രതീക്ഷ നമ്മുടെ അകത്തുണ്ടാകണം. ദൈവം എന്നെ അങ്ങനെ ഉപയോഗിക്കാൻ പോവാം, തലമുറകൾക്ക് വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കാൻ പോവുക എന്നുള്ളൊരു പ്രതീക്ഷയും വിശ്വാസവും നമ്മുടെ അകത്തുണ്ടാകണം. എട്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, പരിശുദ്ധാത്മാവിനെ ദൈവം എന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ തന്നതിന്റെ പ്രധാന ഉദ്ദേശം നമുക്ക് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടാണ്, യേശുവിന്റെ സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1:8 നിന്നൊക്കെ നമ്മൾ കാണാനിടയായി. മറ്റു കാര്യം നമ്മൾ പറഞ്ഞത്, 9ാമത്തെ കാര്യം ഈ ഹ്യൂമൻ കൺസിഡറേഷൻ. ഇന്നലെ ഇല്ലാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഓടിച്ചു പറഞ്ഞു പോകുന്നത്. ഹ്യൂമൻ കൺസിഡറേഷൻ, മാനുഷികമായ ഒരു പരിഗണന വെച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇവിടെ രക്ഷയുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് നശിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവരോട് ഇത് പറയാനുള്ള സാമാന്യമായ ഒരു മര്യാദ, ഒരു സാമാന്യമായ ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇത് ചെയ്യേണ്ടിയിരിക്കുന്നു. ശിഷ്യത്വത്തിലേക്ക് നമ്മൾ വരണം. യേശുവിനെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞേ മതിയാകും. 10ാമത്തെ കാര്യം നമ്മൾ കണ്ടത് ഗോഡ്സ് കൺസേൺ, ദൈവത്തിന്റെ ഹൃദയത്തെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. നമ്മളിപ്പോ വായിച്ച വാക്യം പോലെ ആരും നശിച്ചു പോകരുത്, കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും എന്ന് പറഞ്ഞാൽ എവ്രി വൺ, എല്ലാവരും രക്ഷിക്കപ്പെടണം. അതാ കർത്താവിന്റെ ഹൃദയം. ആ ഹൃദയം നമുക്ക് പ്രാപിക്കാൻ കഴിയണം. ആ ഒരു ദാഹവും വാഞ്ചയും കർത്താവിന്റെ ഹൃദയത്തിന്റെ വേദനയും മനസ്സിലാക്കാൻ നമുക്ക് പറ്റണമെന്ന് നമ്മൾ ഇന്നലെ രാത്രി പറയുകയുണ്ടായി. മറ്റൊന്ന് പറഞ്ഞത് ഇവാഞ്ചലിസം ആസ് എ സാൻഡൽ. എഫീസ് ലേഖനം 6ാം അധ്യായത്തിന്റെ 15ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അവിടെ സുവിശേഷം ആകുന്ന ചെരുപ്പ്, അത് സുവിശേഷമാകുന്ന ഒരുക്കം കാലിന് ചെരുപ്പാക്കിക്കൊണ്ട് നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മുമ്പോട്ട് ഇറങ്ങണമെന്ന് നമ്മൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന ആള് ചെരുപ്പിടാതെ യുദ്ധത്തിന് പുറപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? അതിന് തുല്യമാണ് ഒരാള് സുവിശേഷം പറയാതിരുന്നാൽ. സോ അത്രയും ഗൗരവമുണ്ട് അതിന്. അടുത്ത നമ്മൾ പറഞ്ഞത് ഫീൽഡ് ഇസ് റെഡി എന്ന് പറഞ്ഞാൽ കൊയ്ത്ത് വളരെ ഉണ്ട്, കൊയ്ത്ത് നിലമൊക്കെ വിളഞ്ഞു കിടക്കുക. വേറൊരു കാര്യം കൂടെ ഞാൻ അതിനകത്ത് ചേർത്ത് പറഞ്ഞോട്ടെ. നമുക്ക് ഒരു ഗോതമ്പ് തോട്ടം ഉണ്ടെന്ന് ഗോതമ്പിന്റെ ഒരു വയലുണ്ടെന്ന് വിചാരിച്ചു. ആ ഗോതമ്പ് വിളഞ്ഞു കിടക്കുക, അത് കൊയ്യേണ്ട സമയമായി. നിങ്ങൾ ചെന്ന് കൊയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ അതിനെ തക്ക സമയത്ത് കൊയ്തില്ല, എന്ത് സംഭവിക്കും? അത് തന്നെ അവിടെ കിടന്ന് അഴുക്കായി പോകും, നശിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷം പറയേണ്ടത്. ആൾക്കാരോട് നമ്മൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് നാശമാണ് സംഭവിക്കുന്നത്. എത്രയോ കണക്റ്റഡ് അല്ലേ ദൈവത്തിന്റെ വചനത്തിലൊക്കെ, ഓരോ സിമ്പിൾ ചെറിയ കാര്യം പറഞ്ഞിരിക്കുന്നത് എത്ര കണക്ട് ചെയ്ത ദൈവം പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ ഇതിന്റെയൊക്കെ ഗൗരവം മനസ്സിലാക്കി കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ വേറൊരു കാര്യം ചിന്തിച്ച് നോക്കിയേ. നമ്മൾ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇത്രയും കാലത്തിനകം, നമുക്ക് എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സിനകം നമുക്ക് ഓർമ്മ വെച്ചതിന് ശേഷം, കാര്യപ്രാപ്തി ആയതിനു ശേഷം ഇന്ന് വരെയുള്ള സമയം എടുത്ത് നോക്കി, ഈ പ്രായത്തിനിടയ്ക്ക് നമ്മൾ കുറച്ചുകൂടി മനസ്സ് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തില്ലായിരുന്നു, ഇല്ലേ? ചെയ്യാമായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഞാൻ കുറച്ചുകൂടെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടെ നല്ല കാര്യം കർത്താവിന് വേണ്ടി ചെയ്യാമായിരുന്നു. ഞാൻ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടെ നന്നായിട്ട് പ്രാർത്ഥിക്കാമായിരുന്നു. ഞാൻ കുറെ കൂടെ പ്രിപ്പയർ ആയിരുന്നെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇനിയും നന്നായിട്ട് പ്രസംഗിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒത്തിരി വേദികളിൽ പോകാമായിരുന്നു, ഒത്തിരി ഇടങ്ങളിൽ പോകാമായിരുന്നു, ഒത്തിരി രാജ്യങ്ങളിൽ പോകാമായിരുന്നു, ഒത്തിരി ആളുകളുടെ ഇടയിൽ പോകാമായിരുന്നു, ഒത്തിരി ആൾക്കാരെ രക്ഷിക്കാമായിരുന്നു നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ. പക്ഷെ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ ഇത് ചിന്തിച്ചിട്ട് കാര്യമില്ല. അയ്യോ, ഞാൻ ശ്രമിച്ചായിരുന്നെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സോ ഈ വാക്യം നമുക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് പറയാം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാ രക്ഷയുടെ ദിവസം. സോ ഗോ ഔട്ട് ആൻഡ് സേ, യേശുവിനെ കുറിച്ച് പുറത്തു പോവുക, പറയുക. ആമേൻ. അത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഫീൽഡ് റെഡിയാണ്. അടുത്ത് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഷീപ്പ് ഓൾവേസ് ഗീവ്സ് ബർത്ത്. ആടുകളാണ് ജന്മം കൊടുക്കുന്നത്. പുതിയ ആടുകൾക്ക് ജന്മം കൊടുക്കുന്നത് ആടുകളാണ്, ഇടയനല്ല. ഇടയന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. സോ വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണത്. ആടുകളെ പുതിയ കുഞ്ഞാടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷി ഉള്ളവരാക്കാൻ വേണ്ടി, അതിനുവേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു ഇടയന്റെ ഡ്യൂട്ടി. അവർക്ക് ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, അവരെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഇടയന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആടുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ പെരുകിയാലേ പറ്റൂ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. അവസാനമായി നമ്മൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, യേശുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഉത്സാഹത്തോടെ അത് ചെയ്തേ പറ്റൂ. അടുത്തത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇപ്പൊ നമ്മൾ പറഞ്ഞ് നിർത്തിയ കാര്യം, യേശുവിന്റെ പകരമാണ് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. യേശുവിന്റെ പകരമായിട്ട് ആ ശക്തിയും അധികാരവും ആത്മാവും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഇനി നമുക്ക് പറയാൻ വേണ്ടി നോ എക്സ്ക്യൂസ്. എനിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലെന്നോ, എനിക്ക് പറയാൻ പറ്റത്തില്ലെന്നോ, എനിക്ക് എന്നെ കൊണ്ട് കഴിവില്ലെന്നോ. നോ, കഴിവില്ല. കർത്താവ് പറയാം, കഴിവ് ഞാൻ തരാം. ബലമില്ലേ? ബലം ഞാൻ തരാം. നിങ്ങൾ ഒരാളുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ലേ? എന്റെ ആത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി എന്റെ ചോദ്യം ഇതാ, എന്ത് കാര്യമാണ് ഇനി എനിക്ക് കർത്താവിനെ കുറിച്ച് എന്റെ അയൽവക്കംകാരനോട് പറയാൻ പറ്റത്തില്ല, ഇന്ന കാരണം കൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് നിങ്ങൾ പറ. ഇന്ന കാരണം കൊണ്ട്
അത് വചനത്തിൽ നിന്നോ അല്ലാതെ എങ്ങനെയാണെന്ന് പറ. നോ മോർ എക്സ്ക്യൂസ്. നിങ്ങളോട് തന്നെ പറഞ്ഞേ, ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല. കർത്താവിനെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. കർത്താവിനെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. ഭാരതത്തെ നമുക്ക് രക്ഷിക്കണം. ഭാരതത്തെ രക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33:8 നമ്മൾ വായിക്കുന്നു, ദുഷ്ടൻ തന്റെ ദുഷ്ടതയിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഈ കാര്യം എപ്പോഴും ഓർക്കണേ. ദുഷ്ടന്റെ ദുഷ്ടതയിലാണ് മരിക്കുന്നത്. അവന്റെ കയ്യിലിരിപ്പുണ്ടാവും മരിക്കുന്നത്. പക്ഷെ അതിന് മറുപടി പറയുന്നത് നമ്മളാണ്. അത് മറന്നുപോയല്ലോ. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ശുശ്രൂഷ അല്ലെങ്കിൽ നമ്മൾ ഈ പോകുന്ന ശിഷ്യത്വം എങ്ങനെയാണ് നമുക്ക് ശക്തിയോടെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുകയാണ്. ഞാൻ ഇന്നലെയോ ഞാൻ നോക്കി ഓർപ്പിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മള് ഒരു പ്രസംഗം നടത്തുന്നതിനകത്ത് വലിയ കാര്യമില്ല. ഒരാളോട് പോയി സുവിശേഷം പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനകത്ത് വലിയ കാര്യമില്ല. നമ്മൾ ആ ചെയ്യുന്നതിനകത്തും പറയുന്നതിനകത്തും ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടോ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഞാനത് പറയാൻ കാര്യം, ഇവിടെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാൾ സുവിശേഷം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളുടെ, അത് പിന്നെ പുള്ളി എവിടെ ചെന്നാലും അവരുടെ മതത്തെ കുറിച്ച് പ്രസംഗിക്കും എന്നുള്ളത് വേറെ വിഷയം. പുള്ളി ഒരു 3-4 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, ഞാൻ ഒരു ക്രിസ്ത്യാനികളെല്ലാം കൂടി അറേഞ്ച് ചെയ്ത ഒരു ക്രിസ്മസ് പ്രോഗ്രാമിന് പുള്ളി വന്നിട്ട് വളരെ വെടിപ്പായിട്ട് സുവിശേഷം പറഞ്ഞു, യേശുവിനെ കുറിച്ച് പറഞ്ഞു പോയി. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചുകൂടാ, ഈ അഭിഷേകത്തിന്റെ ആവശ്യമൊന്നുമില്ല യേശുവിനെ കുറിച്ച് പറയാൻ, അല്ലെ? കഴിഞ്ഞ ദിവസം ഞാനൊരു ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മോദിയെ കുറിച്ച് പറയാൻ എനിക്ക് പത്രം വായിച്ച് അല്ലെങ്കിൽ കുറെ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്ത് എനിക്ക് മോദിയെ കുറിച്ച് പറയാം. പക്ഷെ മോദിക്ക് എന്നെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ? മോദിക്ക് എന്നെ അറിയത്തില്ല, പക്ഷെ മോദിയെ കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ പല പെന്തക്കോസ് പ്രസംഗങ്ങളും ഞാൻ അല്പം വിശദീകരിച്ചും അല്പം ഒന്ന് ക്രിട്ടിസൈസും ആണെന്ന് വിചാരിക്കരുത്. ഞാൻ അല്പം തുറന്നു പറയാം. ഇന്ന് പെന്തക്കോസിൽ നടക്കുന്ന പല പ്രസംഗങ്ങളും ശക്തിയില്ലാത്ത പ്രസംഗങ്ങളാണ്. ചുമ്മാ പ്രസംഗിക്കുക. ആർക്കാ പ്രസംഗിക്കാൻ പറ്റാതെ? ദൈവമക്കളെ, നമുക്ക് വേണ്ടി ദൈവശക്തിയാ. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഇറങ്ങി നിൽക്കേണ്ടത് സ്വർഗവാ. നമ്മൾ അവിടെ കിടന്നുകൊണ്ട് വായിട്ടടിക്കും. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം അതല്ലേ? നിങ്ങളൊക്കെ പ്രസംഗം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കും. ഇന്നലെ ഒരു അസൈൻമെന്റ് ഞാൻ തന്നായിരുന്നു. എത്ര പേര് ശ്രമിച്ചെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഉണ്ടായിരുന്ന സഹോദരിമാരോട് ഞാൻ പറഞ്ഞു, ഒരു അരമണിക്കൂർ പ്രസംഗിക്കാനുള്ള പ്രസംഗം പ്രിപ്പയർ ചെയ്യണം. കർത്താവ് നമ്മളെല്ലാം ശുശ്രൂഷന്മാരായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്നാ ഇവിടെ ഇന്ന് ഈ ആയുഷ്കാലം മുഴുവൻ പള്ളിയുടെ കോണിൽ ഇരുന്നൊന്നും കർത്താവ് പറയത്തില്ല. നിങ്ങളെ ഞാൻ എന്നെ പോലെ ആക്കി വെച്ചേക്കുക. അരമണിക്കൂർ പ്രസംഗിക്കാൻ അറിയത്തില്ല, പിന്നെ എന്തോ വിശ്വാസിയാന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? കഴിവ് പറഞ്ഞ പോലെ കഴിവ് കർത്താവ് തരും, ബലം കർത്താവ് ബലപ്പെടുത്തുന്നേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മളെ ബലപ്പെടുത്തും, ദൈവം നമ്മളെ സഹായിക്കും. സോ അതിനുവേണ്ടി പ്രിപ്പയർ ആകണം. നമുക്ക് വേണ്ടിയത് എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടിയത് ദൈവകൃപ. നമുക്ക് പറയാൻ വാക്ചാതുര്യം അല്ല നമുക്ക് വേണ്ടിയത്, അല്ലെ? നമുക്ക് ഡിഗ്രി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഡിഗ്രിയേക്കാൾ അധികം നമുക്ക് വേണ്ടി ദൈവകൃപയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് PhD കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഡോക്ടറേറ്റ് ഒക്കെ എനിക്കുണ്ട്. പക്ഷെ പൗലോസ് പറയാ, ഞാനാകുന്നത് കൃപയാലാണ്. എനിക്ക് അറിവുണ്ടെന്നും കഴിവുണ്ടെന്നും എന്തുവാ ഭാഷാ പണ്ഡിതനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, എല്ലാം എനിക്കുണ്ട്. പക്ഷേ പൗലോസ് ഒരു കാര്യം റിയലൈസ് ചെയ്ത് ദൈവസന്നിധിയിൽ പറയുക, ഞാനാകുന്നത് കൃപയാണ്. ഞാനെന്ന് പറയുന്നത് അത് കൃപയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? കർത്താവേ, അങ്ങനെ പറയാനുള്ള ഒരു കൃപ എനിക്ക് തരണം, ഞാനാകുന്നത് കൃപയാലാണെന്ന് പറയാൻ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്റെ അകത്തു നീ ദൈവകൃപ അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഐ എം എ ബിഗ് സീറോ. ഞാനൊന്നുമില്ല. പ്രൈസ് ഗാഡ്. പല പ്രാവശ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒക്കെ എനിക്ക് ഈ മിനിസ്ട്രിയിലേക്കൊക്കെ ഇറങ്ങുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നും, നമ്മുടെ പ്രസംഗം കൊണ്ട് ഈ ആൾക്കാരെല്ലാം മാനസാന്തരപ്പെടുന്നതെന്ന്. അപ്പൊ നമ്മൾ ഒരു പ്രസംഗമൊക്കെ നടത്തുമ്പോണ്ടല്ലോ, ഇവരെ ഇന്ന് സ്വർഗത്തിൽ കൊണ്ടുപോയേക്കെന്നുള്ള ചിന്തയിലാണ് നമ്മൾ പ്രസംഗിക്കുന്നതൊക്കെ. പക്ഷെ പിന്നീട് ഈ ദൈവിക വെളിപ്പാടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ പ്രസംഗത്തിന്റെ ഭോഷത്വം ദൈവം ഉപയോഗിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. പൗലോസിന്റെ ഭാഷയാ അതല്ലേ? എന്റെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ ദൈവം ജനത്തെ രക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് വലിയ സാമർത്ഥ്യം, നമ്മൾ ചെറുതാകാമോ കർത്താവ് ഹീറോ ആവും. നമ്മൾ വലിയ മസിലുമൊക്കെ പിടിച്ച് വലിയ പുള്ളിയാകാൻ നോക്കിയാൽ, ദൈവത്തിന് മുമ്പാകെ നോക്കിയാൽ ദൈവം പറയും, ഇവനൊന്നും നോക്കട്ടെ, ഇവന്റെ പ്രസംഗം കൊണ്ട് എന്തോ സംഭവിക്കുന്നൊന്നും നോക്കട്ടെ. കർത്താവ് കൈ കെട്ടി മാറി നിൽക്കും. ദൈവസന്നിധിയിൽ താഴ്ന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാമോ, അവൻ ലജ്ജിപ്പിക്കത്തില്ല. ഇനി ഒരു പ്രസംഗവും പ്രസംഗിക്കേണ്ട, ചുമ്മാ പോയി നിന്നാണ്. ഞാനൊരു 3-4 ആഴ്ച മുമ്പ് ആദ്യത്തെ ഈ കഴിഞ്ഞ മാസത്തിന്റെ ആദ്യത്തെ സൺഡേയിൽ ഒരു ചർച്ചിൽ എന്നെ വിളിച്ചു. എനിക്കറിയില്ല, ഞാനൊരു 21 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് നിൽക്കുന്നത്. ഞാൻ ചെന്ന് ഒരു പാട്ട് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് നിർത്തുമായിരുന്നു. ഇനി ഞാൻ ഒരു വാക്ക് പോലും പ്രസംഗിക്കാൻ പറ്റിയില്ല. പാട്ടും ആരാധന ആ ഒരു അന്തരീക്ഷത്തിൽ അങ്ങ് പോയി. ഒരു 3/4 മണിക്കൂറോളം ആ ഒരു രീതിയിൽ അങ്ങ് പോയി. നമ്മുടെ വിചാരം പ്രസംഗിച്ചില്ലെങ്കിൽ ആരാധന ഒന്നും കംപ്ലീറ്റ് അല്ലെന്ന്. ഓരോ ദിവസവും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ഗൈഡൻസ് അനുസരിച്ച്, ഓരോ ദിവസവും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന ഐഡിയ അനുസരിച്ചിട്ട് വേണം നമ്മൾ മൂവ് ചെയ്യാൻ. കയറി നിന്നെന്ന് പറഞ്ഞ് പ്രസംഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഓരോ നിമിഷം പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ നമ്മൾ പഠിക്കണം. പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ പഠിക്കണം. എന്തോ പരിശുദ്ധാത്മാവിന് വേണ്ടിയത്. ഇപ്പൊ ഞാനൊരു വലിയ പ്രസംഗമൊക്കെ 1 മണിക്കൂർ തയ്യാറാക്കിയിട്ട് ഇങ്ങോട്ട് വന്നത്. ഇത് പറയാതെ എങ്ങനെ പോന്നേ?
അവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രസംഗമൊക്കെ ഒന്ന് അടച്ചു വെക്കണം, എന്നിട്ട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഇന്നലെ പ്രസംഗം പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഈ പ്രസംഗം പ്രിപ്പയർ ചെയ്ത് വെച്ച് കർത്താവിനോട് പറയില്ലേ, കർത്താവ് ഇതൊന്ന് സാക്ഷ്യം ചെയ്ത് തന്നേരും, ഞാനിതൊന്ന് പ്രസംഗിക്കുമ്പോഴേ ഒരു ആത്മീയ അന്തരീക്ഷമൊക്കെ ഒന്ന് ഉണ്ടാക്കി എല്ലാവരെയും ഒന്ന് ഇളക്കി പെരുപ്പിച്ച് ഒരു രണ്ടുപേരും താഴേക്ക് വീണാൽ നമ്മൾ ഭയങ്കര സന്തോഷമാണ്. ഇതല്ല മിനിസ്ട്രി. ഇതാണ് ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന കോപ്രായങ്ങൾ മുഴുവൻ ഇതാ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം? നമ്മൾ പ്രസംഗം പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. പ്രസംഗം പ്രിപ്പയർ ചെയ്തല്ല പരിശുദ്ധാത്മാവിനോട് ചോദിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനോട് ചോദിക്കേണ്ടത് നമ്മുടെ മൈൻഡ് എല്ലാം ബ്ലാങ്ക് ആക്കി നമ്മളൊന്നുമില്ലെന്ന് മാറ്റി, നമ്മുടെ അറിവും പരിപാടി എല്ലാം മാറ്റി വെച്ചിട്ട് ദൈവാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവ് ഞാൻ എന്തോ പ്രസംഗിക്കട്ടെ, എന്തോ തരേണ്ടത്. ഞാൻ എൻ്റെ ഒരു രീതി ഞാൻ പറയാം. ഞാൻ ഒരിക്കലും പ്രസംഗം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാറില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പോലും ഞാൻ ഒരിക്കലും ഇരുന്ന് പ്രിപ്പയർ ചെയ്തതല്ല. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് ഒന്നുകിൽ ഐപാഡ് ഉണ്ടാകും, അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ മൊബൈലിന്റെ നോട്ട് പാഡ് എടുത്ത് വെച്ചിട്ട് ഞാൻ സാധാരണ പ്രാർത്ഥിക്കാനിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കൊണ്ടുപോകും, ഇന്ന കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ അന്നേരം അത് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനെ പിന്നീട് കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യും, അതിനെക്കുറിച്ച് പഠിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ പറയുന്ന നമ്മുടെ വാക്കല്ല, ഇത് പരിശുദ്ധാത്മാവ് തന്നതായതുകൊണ്ട് ഇത് ജനത്തിന്റെ അകത്ത് ആഴത്തിലേക്ക് അങ്ങ് ഇറങ്ങും. അത് അവരുടെ അകത്ത് മാനസാന്തരം ഉണ്ടാക്കും. ഓക്കെ, സോ നമ്മൾ ആ ഭാഗത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് അത് പറയണമെന്ന് തോന്നിച്ചത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം ഇതാണ്: എങ്ങനെയാണ് നമുക്ക് ഈ ശുശ്രൂഷയ്ക്കകത്ത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആത്മിക ജീവിതമാണെങ്കിലും ഒരു ശിഷ്യത്വ ജീവിതത്തിനകത്ത് എങ്ങനെ നമുക്ക് ഫലപ്രദമായിരിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ അവൻ ആദ്യം ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, അല്ലെ? യേശു ലോകത്തിൽ ആദ്യം തന്നെ ശിശുമാർക്ക് വാഗ്ദത്തം ചെയ്തത് എന്തുവായിരുന്നു? പരിശുദ്ധാത്മാവിനെയാണ് വാഗ്ദത്തം ചെയ്തത്. ഈ പരിശുദ്ധാത്മാവ് എന്തുവാ ചെയ്യുന്നത്? നമ്മള് ഇപ്പോ ഒരു ശിഷ്യത്വത്തിലേക്ക് വരികയാണ്. നമ്മൾ ശിഷ്യത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ മിഷൻ കർത്താവ് തരിക. ആരാ തരുന്നത്? പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആ ഒരു മിഷനാണ് നമ്മുടെ മിഷൻ. അല്ലാതെ നമുക്ക് വലിയ മിഷനോ പരിപാടികളോ ഒന്നുമില്ല. ഈ മിഷൻ അല്ലെങ്കിൽ ഈ ദൗത്യം ചെയ്യേണ്ടുന്ന ഐഡിയകൾ അതാരാ തരുന്നത്? അതും പരിശുദ്ധാത്മാവ് തരുന്നത്. ഇനി നമ്മൾ ഒരിടത്ത് പോകുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടുന്ന സന്ദേശം അതാരാ തരുന്നത്? അതും പരിശുദ്ധാത്മാവാണ് തരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടുന്ന ദൈവശക്തിയും അധികാരവും അതൊക്കെ തരുന്നതാരാ? പരിശുദ്ധാത്മാവ്. സോ പിതാവും, നമ്മള് ഈ യോഹന്നാന്റെ സുവിശേഷം 14-13 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ യേശു പരിശുദ്ധാത്മാവിനെയും പുത്രനെയും പിന്നെ പിതാവിനെയും കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അവിടെ അതിന്റെ ഒരു മൊത്തം ആശയം ഞാൻ പറയാം. അതിന്റെ ഒരു വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്: ഞാനും പിതാവും വന്ന് ഞങ്ങൾ അവരോട് കൂടെ വാസം ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഓൾറെഡി തന്നു. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മോട് കൂടെയുണ്ട്. ഇതാണ് നമ്മുടെ ശുശ്രൂഷയുടെയും ആത്മജീവിതത്തിന്റെയും ബേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ജീവിതം തന്നെ പരിശുദ്ധാത്മാവിൽ ആധാരമായിട്ടാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ നിശ്ചയമായിട്ടും ആ ജീവിതം പരാജയപ്പെടുകയില്ല. അങ്ങനെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയും പരാജയപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല. അത്രയും വളരെ ഗൗരവത്തോടെ പരിശുദ്ധാത്മാവിനെ കാണാൻ നമ്മൾ പറ്റുക. ഓക്കെ, ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവിടെ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേറെ 1-2 ഭാഗങ്ങളിലൂടെ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഒക്കെ പിന്നീട് നമ്മൾ പോകുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വിശദീകരിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 1:8 നമുക്ക് കാണാം, യേശു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും എന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? നമ്മളെ ഗൈഡ് ചെയ്യേണ്ടതും നമ്മളെ നടത്തേണ്ടതും നമ്മൾക്ക് ബലം തരേണ്ടതും നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് കർത്താവ് ഒരു 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 കാര്യസ്ഥനായിട്ട്, അല്ലെങ്കിൽ ഒരു ഹെൽപ്പറായിട്ട്, ഒരു കംഫർട്ടറായിട്ട് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്. ചോദ്യം ഇത്രയേ ഉള്ളൂ: പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇതൊന്നും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്നും പുതിയതല്ലെന്ന് എനിക്കറിയാം. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ: ഈ പരിശുദ്ധാത്മാവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടോ? അത്രേ ഉള്ളൂ എന്റെ ചോദ്യം. പരിശുദ്ധാത്മാവിനെ പറ്റി നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ: ഈ പരിശുദ്ധാത്മാവാണ് ശുശ്രൂഷയുടെ ബേസ്, അതിന്റെ ആധാരം. ഒരു വ്യക്തിയുടെ ആത്മജീവിതത്തെ എടുത്താലും ശിഷ്യത്വത്തെ എടുത്താലും ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് എവിടുന്നാണെന്നറിയോ? ക്രിസ്തുവിൽ തുടങ്ങി പരിശുദ്ധാത്മാവിലാണ് ഇത് ബലപ്പെട്ട് വളരേണ്ടത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവുമായിട്ടൊരു വലിയ അഭേദ്യമായ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഇന്റിമസി, അതാണ് ഇതിന്റെ കറക്റ്റ് വേർഡ്. പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് എന്തോ ഉണ്ടാവണം? ഒരു നല്ല ഇന്റിമസി ഉണ്ടാവണം. ഇതുണ്ടോന്നേ ഉള്ളൂ എന്റെ ചോദ്യം. ബാക്കി ഞാൻ പരിശുദ്ധാത്മാവിനെ പറ്റി അധികം പഠിപ്പിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് നമുക്ക് വേറെ ഭാഗങ്ങളോട് ചിന്തിക്കാം. ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചു: എനിക്ക് പരിശുദ്ധാത്മാവുമായിട്ട് ഇന്റിമസി ഉണ്ടോ? ഒരു എന്താ ഒരു മലയാളത്തിൽ ഒരു വേർഡ് പറയാൻ, ഒരു പ്രണയം, പരിശുദ്ധാത്മാവുമായിട്ട് ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അതിനെ സ്ഥാപിക്കണം.
നിങ്ങൾക്ക് ലോകത്തിൽ വേറെ ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും, ലോകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം പരിശുദ്ധാത്മാവുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ, പരിശുദ്ധാത്മാവുമായിട്ട് വേർതിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാതെ പരിശുദ്ധാത്മാവായിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ നമ്മൾ ചെറുതായിട്ടൊന്ന് ലാസ്റ്റ് പ്രാർത്ഥിച്ച് നടത്തിയ സമയത്ത് സൂചിപ്പിച്ചിരുന്നു, പരിശുദ്ധാത്മാവ് ഒരു പേഴ്സൺ ആണ്, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ വ്യക്തിയായിട്ട് കാണാനും ആ പരിശുദ്ധാത്മാവിനോട് ഒരു വ്യക്തി എന്ന് പോലെ സംസാരിക്കാനോട്ടും ഒക്കെ പറ്റിയാൽ ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അപ്പോസ്തലപ്രവൃത്തി 16:6 വായിച്ചാൽ അവിടെ ഒരു വാക്യം ഇങ്ങനെ കാണാം. പൗലോസ് ആസിയിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പൗലോസിനെ കർത്താവ് തടഞ്ഞു, കർത്താവിന്റെ ആത്മാവ് തടഞ്ഞു. ആ വാക്യം ഒന്ന് വായിക്കാമോ? ഒരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. എനിക്കൊന്ന് ഇന്നലെ ഞാൻ ഈ വാക്യം ഒന്ന് ജസ്റ്റ് ഓർപ്പിച്ചിരുന്നു. 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, മുസിയിൽ എത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു, യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ലെന്ന്. അപ്പൊ നമ്മൾ പ്രസംഗിക്കുന്ന എല്ലാ പ്രസംഗമൊന്നും പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള പ്രസംഗമൊന്നുമല്ല. എപ്പോഴും ഒന്നും പ്രസംഗിക്കണമെന്നും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. എല്ലായിടത്തും ഒന്നും പ്രസംഗിക്കണമെന്നും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. എല്ലായിടത്തും ഒന്നും നമ്മൾ പോകണമെന്നും മിനിസ്റ്റർ ചെയ്യണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നമ്മളെ നിർത്താൻ ആഗ്രഹിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലൂടെ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യം. സോ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിനെ തിരിച്ചറിയാൻ ദൈവജനം ഇന്ന് രാത്രി പഠിക്കണം. ഇന്ന് രാത്രി അത് പഠിക്കണം. എനിക്ക് പ്രസംഗിക്കാൻ ഒരു ആവേശം കയറി ഞാനങ്ങ് പ്രസംഗിച്ചു. നോ, എനിക്കൊരു കാര്യം നമുക്ക് ഈ മനസ്സിൽ തോന്നുന്ന കാര്യമുണ്ട്, ദൈവാത്മാവ് പറയുന്നത് രണ്ടുമുണ്ട്. രണ്ടിനെ തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം. അല്ലെ, നമ്മുടെ മനസ്സിലൊക്കെ തോന്നുക ബൈബിൾ എടുത്ത് തുറന്നു നോക്കുന്നുണ്ടേ നമുക്ക് ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷെ അത് ദൈവാത്മാവ് തരുന്നതാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആ വാക്യത്തെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ ആത്മാവ് റിവീൽ ചെയ്ത് തരും. അതിനെ നമ്മൾ സെൻസ് ചെയ്തെടുത്തിട്ട് ആൾക്കാരോട് പറഞ്ഞാൽ അത് അനേകർക്ക് പ്രയോജനമായി തീരും. ഓക്കെ, ലൂക്കോസിന്റെ സുവിശേഷം 2:27 ഒരു വാക്യമുണ്ട്. ശിമിയോനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ശിമിയോൻ ആത്മനിയോഗത്താൽ പള്ളി ചെന്നെന്ന് പറഞ്ഞ് വായിക്കുന്നുണ്ട്. ആത്മനിയോഗത്താൽ എവിടാ? യേശുവിനെ അമ്മയും അപ്പനും കൂടെ കൂടി, യോസഫും മറിയയും കൂടെ കൂടി യേശുവിനെ ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വന്യവയോധികനായി വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ അവിടെ ഇരിക്കുക. ആ മനുഷ്യൻ മരണം കാണാതിരിക്കുക. പക്ഷെ അവിടെ വായിക്കുന്ന ഇങ്ങനെ, അവൻ ആത്മനിറവുള്ളവനും കർത്താവിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവനുമായിരുന്നു. യേശുവിനെ കറക്റ്റ് പള്ളി കൊണ്ടുവന്ന സമയത്ത് ഫോൺ വിളിച്ച് പറയാൻ ആരുമില്ലായിരുന്നു അവിടെ. ആത്മനിയോഗത്താൽ ആത്മാവകത്ത് പറഞ്ഞു, മോനെ ദേ യേശു വരുന്നുണ്ട്, ചെല്ല്, നീ കൈവച്ച് പ്രാർത്ഥിക്കണം, ആ കുഞ്ഞിനെ സമർപ്പിക്കണം. ആത്മനിയോഗത്താൽ നമുക്ക് ഇങ്ങനെയുള്ള ആത്മനിയോഗങ്ങൾ കിട്ടാറുണ്ടോ? വേണം, അങ്ങനെയുള്ള നിയോഗങ്ങൾ പ്രാപിക്കണം. പ്രൈസ് ഗോഡ്. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാം പരിശുദ്ധാത്മാവ് റിപ്പീറ്റഡ് ആയിട്ട് ആൾക്കാരുടെ അടുക്കൽ വരുന്നത്. അതായത് പത്രോസ് എന്ന് ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ അവിടെ പത്രോസ് പറയുന്നത്, ആദിയിൽ എന്ന പോലെ ഞങ്ങളുടെ മേൽ പിന്നെയും പരിശുദ്ധാത്മാവ് വന്നത് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ റിപ്പീറ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ വാക്യത്തിനകത്ത് ഒരു കാര്യം പറഞ്ഞ് നിങ്ങളൊന്ന് ബലപ്പെടുത്താൻ ആഗ്രഹിക്കുക. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നടന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഇറങ്ങി വരവ്, ഇനാഗുറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, സഭയുടെ ഇനാഗുറേഷൻ, ആ ഒരു സംഭവം തന്നെ റിപ്പീറ്റായി. എവിടാ? അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അത് റിപ്പീറ്റായി. ഒരു പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുക, കർത്താവ് ഇനി അത് റിപ്പീറ്റ് ആവണം. എന്റെ കാലത്ത് അത് റിപ്പീറ്റ് ആകണം, നിങ്ങളുടെ കാലത്ത് അത് റിപ്പീറ്റ് ആകണം, നമ്മൾ ചെല്ലുന്നിടത്ത് അത് റിപ്പീറ്റ് ആവണം. ഓ ജീസസ്, അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അതിനകത്ത്? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നവരല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് വായിച്ചറിയുന്നവരായിട്ടല്ല, നമ്മൾ ചെല്ലുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് ജനം മനസ്സിലാക്കണം. ഞാൻ അടുത്ത ആഴ്ച നാളത്തെ കഴിഞ്ഞ് ഡാർജിലിംഗിന് പോവാം. ഡാർജിലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു 12 ദിവസത്തെ ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുക. ലാസ്റ്റത്തെ 2 ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നുണ്ട്. ഗ്രാജുവേഷനും അതിന്റെ ഒരു തലേദിവസം കൂടെ. എനിക്കറിയില്ല, അവരെന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എവിടെ പലയിടത്തും കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ട്. അപ്പം ഈ 12 ദിവസമായിട്ട് അവിടെ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുക. അപ്പം കുറെ ആൾക്കാര് ഒത്തിരി കാര്യങ്ങൾ അവർ പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടുത്തെ ദേവാസനോട് ഞാൻ ചോദിച്ചു, ദേവാസന എങ്ങനെ എടുത്തു പ്രോഗ്രാം, ഇപ്പൊ എങ്ങനെ നടക്കുന്നതൊക്കെ ചോദിച്ചു. അദ്ദേഹം പറയാം, ആൾക്കാരെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഭയങ്കര വാഞ്ചയോടെ ഇരിക്കുക. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 14-ാം തീയതി രാത്രി നിങ്ങൾ പ്രാപിക്കുമെന്ന്. 14-ാം തീയതി രാത്രിയില്ല എനിക്ക് സമയം തന്നേക്കുന്നത്. ഐ ഡോണ്ട് നോ പുള്ളിക്കാരൻ എവിടുന്ന് ആ വിശ്വാസം കിട്ടി എന്തോന്നും എനിക്കറിയില്ല. നിങ്ങളും പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ആത്മാവ് ഡാർജിലിംഗിനകത്ത്. ഡാർജിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയുടെ ഹബ്ബ. നോർത്ത് ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിന്റെ ഏറ്റവും ടോപ്പില്, സിക്കിമിനോടൊക്കെ അടുത്തുള്ള സ്ഥലത്ത് അവിടെ ഒത്തിരി ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ്. നോക്കി, ഒത്തിരി ക്രിസ്ത്യാനികളുള്ള സ്ഥലത്ത് ഞാൻ എന്നെ പുകഴ്ത്തി പറയല്ലേ കേട്ടോ, വേറെ ഒന്നും വിചാരിക്കല്ലേ. 10-15 പേര് വന്ന് 8-9 ആൾക്കാർ വന്ന് പഠിപ്പിച്ചിട്ട് പോയെടുത്ത് ഇപ്പോഴും അവര് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. ഇനിയും പ്രാപിക്കാനുള്ളവരുണ്ടോ? ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? നമ്മൾ ചെല്ലുന്നിടത്ത് ആത്മാക്കൾ അഭിഷേകം പ്രാപിക്കണം. ജീസസ്. ഞാൻ ഒരു പ്രാവശ്യം മലേഷ്യയിൽ ഒരു സ്ഥലത്ത്
ഒരു ചെറിയൊരു കൂട്ടായ്മ, ഒരു 2-3 ഫാമിലി വന്ന ഒരു ചെറിയ കൂട്ടായ്മ. അവിടെ ആദ്യമായിട്ട് അവിടെ ഇങ്ങനെ പോയതാ. എനിക്ക് അവരെ അറിയത്തില്ല, അവർക്ക് എന്നെ അറിയത്തില്ല. വേറൊരാളെന്നെ പറഞ്ഞു വിട്ടാ അവിടെ പോകാൻ പറഞ്ഞു. ജസ്റ്റ് അവരുടെ വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ കൈവച്ചു. ഇവര് അന്യഭാഷ പറയാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇവർക്ക്, എനിക്കറിയത്തില്ല അവരെ നേരത്തെ. ഇവർ അന്യഭാഷ പറയാൻ തുടങ്ങി. ഇവർക്ക് അന്നേരമാണ് അഭിഷേകം കിട്ടുന്നത്, അന്യഭാഷ കിട്ടുന്നത്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞത്, പക്ഷേ അവർക്ക് ഇന്ന് അന്യഭാഷ കിട്ടി. അപ്പോഴെനിക്ക് മനസ്സിലാകുന്നു അവർക്ക് ഇന്നാ കിട്ടിയെന്നുള്ളത്. ആ ഒരു ഒറ്റ സംഭവം കൊണ്ട് എത്ര വഴികൾ എൻ്റെ ലൈഫിൽ തുറന്നെന്നറിയാം. അതിന്റെ അടുത്ത ആഴ്ച ഒരാൾ എന്നെ പൊള്ളാച്ചിയിൽ നിന്ന് വിളിച്ചിട്ട് അവിടെ ഒരു യൂത്ത് മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഞാൻ അടുത്ത 21-ാം തീയതി സിംഗപ്പൂർ പോവുക. ഈ ഒരു ഒറ്റ വിഷയത്തിന്റെ മേലാണ് അവിടെ എനിക്ക് അവിടെ ഒരു ഫാമിലി ഓപ്പൺ ആയി വന്നത്. ഈ വീട്ടിൽ കഴിഞ്ഞ മാസം ഒരു ദൈവദാസൻ ചെന്നു തമിഴ്നാട്ടിൽ നിന്ന്. ആ ദൈവദാസൻ പറഞ്ഞു ഡൽഹിയിൽ ഇങ്ങനെ ഒരു ദൈവദാസൻ ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ നമ്പർ കൊടുത്തു. അദ്ദേഹം എന്നെ സിംഗപ്പൂരിൽ കണക്ട് ചെയ്തു. അവിടെ ഇപ്പോൾ 3-4 ദിവസത്തെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ സിംഗപ്പൂരിൽ പോയി അടുത്ത ആഴ്ച. ഞാൻ പറഞ്ഞത് എന്നെ പുകഴ്ചയൊന്നുമല്ല പറഞ്ഞത്, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോഴുണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പൊ ഇവിടെ ഈ രഹൂത്തന്റെ മിനിസ്ട്രി, ഈ മിനിസ്ട്രി തന്നെ ഞാൻ വന്നത്, എനിക്ക് സിസ്റ്റർമാരെ നിങ്ങളെ ആരെയും എനിക്ക് പരിചയമില്ല, പറഞ്ഞു കേട്ട് എന്നെ വിളിച്ചു വന്നതാ. ഞാൻ പറഞ്ഞതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ് ഞാൻ ഈ പറഞ്ഞു വന്നതൊക്കെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഒരു റിപ്പീറ്റേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കട്ടെ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ ലൈഫിൽ നമ്മൾ ഈ അവരി ഉണർവ് നടത്തിയെന്നോ ഇവിടെ ഉണർവുണ്ടായെന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരല്ല, നമ്മൾ തന്നെ ഒരു റിവൈവലായിട്ട് മാറട്ടെ. നിങ്ങളുടെ പേരിന്റെ മുമ്പിൽ റിവൈവലിസ്റ്റ് എന്നൊന്നും ഇടണ്ട, അപ്പോസ്റ്റൽ എന്നൊന്നും ഇടണ്ട, പ്രോഫറ്റ് എന്നൊന്നും ഇടണ്ട. പക്ഷെ നിങ്ങൾ ചെല്ലുന്നിടത്തേക്ക് ദൈവപ്രവൃത്തി നടക്കട്ടെ. അപ്പോസ്റ്റൽ എന്നുള്ള അപ്പോസ്റ്റൽ ബിജു തങ്കച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് അവിടെ ഒന്നും നടന്നില്ലെങ്കിൽ ഈ പേരിട്ടുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നിങ്ങൾ ഒരു പേരും ഇടണ്ട. യേശുവിന് എന്തുവായിരുന്നു പേരുണ്ടായിരുന്നത്? സിമ്പിൾ യേശു എന്നാ വിളിച്ചോണ്ടിരുന്നത് അല്ലേ? പത്രോസിനെ പത്രോസ് എന്നാ വിളിച്ചോണ്ടിരുന്നത്, പൗലോസിനെ പൗലോസ് എന്നാ വിളിച്ചത്. നമ്മൾ അവനെ ഇവരെയൊക്കെ വിശുദ്ധ പൗലോസൊക്കെ ആക്കിയത്, പൗലോസ് സ്ലീഹയൊക്കെ ആക്കിയത്. ഞാൻ എപ്പോഴും ബിജു എന്ന് വിളിക്കപ്പെടാൻ ഇഷ്ടം. എന്നെ ബ്രദർ എന്ന് വിളിച്ചാലും പാസ്റ്റർ, എനിക്ക് എന്തോ വിളിച്ചാലും സന്തോഷമുള്ളൂ, നോ പ്രോബ്ലം. പക്ഷേ എന്റെ ഒരു നിർബന്ധമുണ്ട്, നമ്മൾ വചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മ മൂവ് ചെയ്യണം. പരിശുദ്ധാത്മ മൂവ് ചെയ്തില്ലെങ്കിൽ എനിക്ക് അങ്ങനെ പ്രസംഗിക്കാൻ ഇഷ്ടമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം നമുക്ക് പ്രസംഗിക്കുമ്പോൾ എനിക്കും സെൻസ് ചെയ്യാൻ പറ്റണം, പ്രസംഗിക്കുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റണം. അത് ഞാൻ എന്നെ കുറിച്ച് പറയുന്നതല്ല ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും ചെന്ന് നിൽക്കുന്നിടത്ത് അത് സംഭവിക്കണം. നിങ്ങൾ ഒരിടത്ത് എഴുന്നേറ്റ് നിന്നാല് കുറെ എനിക്ക് എന്താണ്ടൊക്കെ പറയാനുണ്ടായിരുന്നു, ശ്വാസം വിടാതെ കുറെ നേരം അങ്ങ് പറഞ്ഞു പോയി ഇരിക്കുന്നതല്ല. നോ, നമ്മൾ ശാന്തമായിട്ടാണ് പറയുന്നെങ്കിലും ഇതൊക്കെ ജനത്തിന്റെ അകത്തേക്ക് ഇറങ്ങുന്ന, ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും ഇതൊന്നും ആൾക്കാരുടെ അകത്തോട്ട് ഇറങ്ങത്തില്ല. ദൈവമക്കളെ, ഇന്ന് അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ എഴുന്നേറ്റൊരു സാക്ഷ്യം പറയുമ്പോഴാണെങ്കിലും ആൾക്കാർക്ക് സെൻസ് ചെയ്യാൻ പറ്റണം, പരിശുദ്ധാത്മാവിന്റെ മൂവ് അവിടെ ഉണ്ടെന്ന്. ചില പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പല പാട്ടുകളൊക്കെ, ചില പാട്ടുകൾ, ആ പാട്ടിന്റെ വരികൾ കേൾക്കുമ്പോഴേ ദൈവസാന്നിധ്യം നമുക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യാൻ പറ്റും, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ചില പാട്ട് എത്ര പ്രാവശ്യം പാടിയാലും ഒരു സാന്നിധ്യം കാണത്തില്ല. സോ അത് ആ എഴുതുന്ന ആളിന്റെ ദൈവമായിട്ടുള്ള ബന്ധമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ദൈവമായിട്ട് വലിയ ബന്ധത്തിലേക്ക് വരാം. ഇന്ന് രാത്രി കർത്താവ് നമ്മളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വരാൻ. ഞാനൊരു വാക്യം നിങ്ങളെ ഒന്ന് കാണിക്കാം. നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യം ഒന്ന് വായിക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. എന്നിട്ട് അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പന്തിരുവരെ കർത്താവ് നിയമിച്ചു. എന്തിനു വേണ്ടിയാണ് നിയമിച്ചത്? കർത്താവ് ഒന്ന് തനിക്ക് ബോധിച്ചവരെ അടുക്ക വിളിച്ചത് എന്ന് പറഞ്ഞാൽ തന്റെ ശിഷ്യന്മാരെ തനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരെ അടുക്ക വിളിച്ചു. എന്നിട്ട് അവരുടെ 3 കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ അതിന്റെ ഓർഡറിൽ ഒന്ന് എഴുതി വെച്ചിട്ടൊന്ന് വായിച്ചു നോക്കിയേ. 1, അവൻ തന്നോടുകൂടി ഇരിക്കേണ്ടതിന്. 2, പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിന്. 3, ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരമുണ്ടാകേണ്ടതിന്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഇനി അത് ഓർഡറിൽ ഒന്ന് വായിച്ചു നോക്കി. 1, തന്നോട് കൂടി ഇരിക്കുക, പ്രസംഗിക്കാൻ അയക്കുക. 3, ഭൂതത്തെ പുറത്താക്കുക. ഇതിനകത്ത് പ്രയോറിറ്റി ഏതാ? മുൻഗണന ഏതാ? കർത്താവ് ഏത് കാര്യത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്? തന്നോട് കൂടി ഇരിക്കാൻ വേണ്ടി. നമ്മൾ മുൻഗണന കൊടുക്കുന്നത് എന്തിനാണ്? നമുക്ക് കൂടി ഇരിക്കാനൊന്നും സമയമില്ല. ഭൂതത്തെ പുറത്താക്കാൻ പറ്റിയാൽ പിന്നെ നമ്മൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അത് ഫേസ്ബുക്കിലും ഇട്ട് യൂട്യൂബിലും ഇട്ട് ആകെപ്പാടെ അടിച്ച് കുളച്ച് നാശമാക്കും അല്ലെ? നമുക്ക് ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ നടക്കുന്നതിനകത്താ വലിയ കാര്യം. ദൈവസന്നിധിയിൽ ഇരിക്കാത്തവൻ പ്രസംഗിക്കാൻ പോകല്ലെന്നാണ് എന്റെ പക്ഷം അല്ലെ? ദൈവസന്നിധിയിൽ ഞാനിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, ചിന്തിക്കാറുമുണ്ട്. ഒരു രാവിലെ വൈകിട്ട് അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാത്ത, ദൈവമായിട്ടൊരു ബന്ധമില്ലാത്തൊരുത്തിന്റെ പ്രസംഗം കേൾക്കാൻ പോകല്ലേ? ചുമ്മാ ടൈം പാസ്സാ, ടൈം വേസ്റ്റ് ചെയ്യുക, കേൾക്കാൻ പോകല്ലേ? നമ്മളാണേലും പ്രാർത്ഥിക്കാതെ പ്രസംഗിക്കാൻ പോകല്ലേ? ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമില്ലേ?
പൊന്നു ഈ പരിപാടിക്ക് പോകരുത്. കാരണം ഇത് ഇത് എന്റെ ജഡത്തിൽ നിന്ന് വരുന്ന കാര്യമല്ല, എന്റെ ബുദ്ധിയിൽ നിന്ന് വരുന്ന കാര്യമല്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെതാ. വചനം പരിശുദ്ധാത്മാവിന്റെയാ. ഇത് പരിശുദ്ധാത്മാവ് വിവേചിച്ചു കൊടുത്തെങ്കിലേ. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എഫീസ് ലേഖനം അവസാന അധ്യായത്തിൽ പറയുന്നുണ്ട്, 6-ാം അധ്യായത്തിന്റെ 16 തൊട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വായ തുറക്കുമ്പോൾ വചനം പറയേണ്ടവണ്ണം പറയേണ്ടതിന് എനിക്കതിനുള്ള ശക്തി കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. അപ്പൊ ഇത് പൗലോസിന് എന്താ ജ്ഞാനമില്ലാഞ്ഞിട്ടാണോ? പൗലോസിന് എന്തിനാ അറിവില്ലാഞ്ഞിട്ടാണോ? ന്യായപ്രമാണം അറിവില്ലാഞ്ഞിട്ടാണോ? യേശുവിനെ കുറിച്ച്, യേശുവിന്റെ സമകാലീന, യേശുവിനെ നേരിട്ട് ശിഷ്യനായിരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. യേശുവിന്റെ സമകാലീന പൗലോസ്. യേശുവിനെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ യേശുവിന്റെ ശിഷ്യത്വത്തിൽ വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും അടുത്തറിയാവുന്ന പൗലോസിന് പ്രസംഗിക്കാനാണോ ബുദ്ധിമുട്ട്? ന്യായപ്രമാണം മുഴുവൻ അറിയാവുന്ന പൗലോസിന് പ്രസംഗിക്കാനാണ് ബുദ്ധിമുട്ട്. പക്ഷെ പൗലോസ് പറയുക, ഞാൻ പ്രസംഗിക്കാൻ വാ തുറക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കേണ്ട വചനം എന്റെ വായിൽ കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കാം. പറഞ്ഞ പൗലോസ് റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണെന്നറിയാമോ? ആത്മാവിന്റെ പ്രവൃത്തി നടന്നില്ലെങ്കിൽ ഇതൊക്കെ എന്റെ വശീകരണ വാക്കുകളാണ്. അതുകൊണ്ടാണ് പൗലോസ് ക്ലിയർ ആയിട്ട് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞത്, ഞാൻ പ്രസംഗിക്കുന്നതൊന്നും എന്റെ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനമാണ്. ദൈവമക്കളെ, നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രസംഗവും ഒക്കെ ആത്മാവിന്റെ ഡെമോൺസ്ട്രേഷൻ ആയിട്ട് മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി റിലീസാകുന്ന അനുഭവങ്ങളായി മാറട്ടെ. വ്യക്തികളുടെ അകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകട്ടെ. അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഓക്കെ, സോ അടുത്ത ഭാഗത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ ഇന്നലെയോ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ്, ഒരു വ്യക്തിയായിട്ടാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ട് ആ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ അല്പം വിശദീകരിച്ച് ഈ കാര്യം ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം. ഓക്കെ, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുന്നതിന് മുൻപ് മത്തായി സുവിശേഷം അതിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. മത്തായി സുവിശേഷം 28-ന്റെ 18 തൊട്ടുള്ള വാക്യത്തിൽ കർത്താവ് ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുമ്പോൾ 16-ാമത്തെ മത്തായി സുവിശേഷം 18-ന്റെ 28-ന്റെ 18-ാമത്തെ വാക്യം വായിച്ചാൽ മതി. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ച് നമ്മൾ മിക്കവാറും പറയാറുണ്ട്, അല്ലെങ്കിൽ യേശുവിന്റെ അന്ത്യകൽപ്പനയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതിയെ ശിഷ്യരാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതും പറയാറുണ്ട്. പക്ഷേ അത് എവിടുന്നാ തുടങ്ങുന്നത്? അത് തുടങ്ങുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ വാക്കിൽ നിന്നാ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് കമ്മീഷൻ അക്കംപ്ലിഷ് ആകണമെങ്കിൽ ദൈവശക്തി, അതോറിറ്റി, ഇത് രണ്ടും കൂടിയേ പറ്റൂ. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അധികാരം എന്ന് പറയുന്നത്. ഈ അധികാരമില്ലാതെ നമുക്ക് എവിടെ ചെന്നാലും എന്തോ ചെയ്താലും അവിടെ റിസൾട്ട് ഉണ്ടാവത്തില്ല. നമുക്ക് ചെയ്തേച്ച് പോരാന്നേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ഓർത്തു, ദൈവശക്തി ഇല്ലാതെ സഭ തുടങ്ങിയിട്ട് അവിടെ ഇരിക്കാന്നേ ഉള്ളൂ. അവിടെ ഒന്നും ആത്മാക്കൾ ആരും വരാൻ പോകുന്നില്ല. ഇനി വല്ലവരും സ്ഥലം മാറ്റിയൊക്കെ ട്രാൻസ്ഫർ ഒക്കെ ആയിട്ട് അങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ വഴിപഴിച്ചെങ്ങാനും പള്ളി കയറിയെങ്കിലുള്ളൂ. അല്ലാതെ ഒന്നും ആത്മാക്കൾ വരത്തില്ല. ആത്മാക്കൾ വരണോ? ദൈവശക്തി വെളിപ്പെട്ടിരിക്കണം. ദൈവത്തിന്റെ ശക്തി ഡെമോൺസ്ട്രേറ്റ് ആയിരിക്കണം. ദൈവമക്കളെ, ഇനിയിപ്പോ നിങ്ങൾ വേറെ എല്ലാം മറന്നിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒരു അസാധാരണത്വമുള്ള ജീവിതമായി മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവശക്തി വ്യാപരിക്കണം. നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവശക്തി വെളിപ്പെടാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വശീകരണ വാക്കുകളോ ഞാൻ പലത് ചെയ്യുന്നുണ്ട്, അത് ഇതൊന്നും പറയുന്നതിനകത്തല്ല അർത്ഥം. ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങണം. സോ ശുശ്രൂഷയുടെ ബേസ് എന്ന് പറയുന്നത് അതോറിറ്റിക്കകത്താ. ഓക്കെ, യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങിയ കാലത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങിയത് എങ്ങനെയായിരുന്നു? സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ്. ഒരു വാക്ക് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഷമീഖ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഷമീഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനേഷൻ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഓർഡിനേഷൻ. യേശുവിന് ഓർഡിനേഷൻ കിട്ടിയത് സ്വർഗത്തിൽ നിന്നാണ്. ആ അധികാരത്തോടെയാണ്, പരിശുദ്ധാത്മാവിനാൽ തനിക്ക് ലഭിക്കപ്പെട്ട അധികാരത്തോടുകൂടി യേശു ശുശ്രൂഷ ചെയ്തത്. മത്തായി 7:28 ഒന്ന് വായിച്ചു നോക്കി. മത്തായി 7:28 വായിച്ചു കഴിഞ്ഞാൽ അവിടെ യേശു സംസാരിക്കുന്ന ഭാഗങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് 4:32 അതേ ഭാഗം എഴുതിയിട്ടുണ്ട്. 7-ാമത്തെ അധ്യായം ഒന്ന് വായിക്കാം. 7:28 അതിനകത്ത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ അവരോട് സംസാരിച്ചത്. നോക്കി, യേശുവിന്റെ പ്രത്യേകത ഇതാ. യേശു ശാസ്ത്രിമാർക്ക് എന്തോ അറിയാം. അവർക്ക് ശാസ്ത്രം നന്നായിട്ട് അറിയാം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദൈവവചനം നന്നായിട്ട് അറിയാം. പക്ഷെ എന്തില്ല? ശക്തിയില്ല. പരീശന്മാർക്കും എന്തോ അറിയാം, വചനം അറിയാം. പക്ഷെ എന്തില്ല? ശക്തിയില്ല.
ഞാൻ ആരും കുറ്റം പറയുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ചിന്തിക്കാതിരിക്കാമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെയൊക്കെ പല പ്രസംഗങ്ങളിലും, നമ്മുടെ നാടുകളിൽ നടക്കുന്ന പല പ്രസംഗങ്ങളിലും ഇങ്ങനെയുള്ള പരീശന്മാരെയും ശാസ്ത്രിമാരെയും കാണാൻ പറ്റുമോ? അത് തകർപ്പം പ്രസംഗം നടത്തും. പക്ഷേ ദൈവശക്തി നമുക്ക് ചോദ്യം ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ ആരും കുറ്റം പറയാനല്ല കേട്ടോ. നമ്മളോട് ചോദിക്കണം. നമ്മളൊരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ നമ്മളോട് ചോദിക്കണം, ആർ യു സ്പീക്കിംഗ് വിത്ത് അതോറിറ്റി? നിങ്ങൾ അധികാരത്തോടാണോ സംസാരിക്കുന്നത്? നമ്മളെ സംസാരിക്കുന്ന സ്റ്റൈലും രീതിയും ഒക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് തോന്നുമല്ല, പൈശാചിക മണ്ഡലം ആൾക്കാരെ തോന്നിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ പൈശാചിക മണ്ഡലങ്ങൾക്ക് തോന്നണം ഇവൻ അധികാരത്തോടെ സംസാരിക്കുന്നത്, ഇവൻ അധികാരമുള്ളവനാണ്. ഹല്ലേലൂയ. അല്ലേ? ഇപ്പൊ പൗലോസ് പറയുന്നത് വശീകരണത്തിന് വാക്കുകളൊന്നുമില്ല. ആൾക്കാരെ അടിച്ച് മയക്കിയിട്ടൊന്നും കാര്യമില്ല. പിശാചിന് നമ്മുടെ പ്രസംഗത്തെ ചലിപ്പിക്കാൻ പറ്റുന്നില്ലേ പിന്നെ നമ്മുടെ പ്രസംഗമൊന്നും വലിയ കഥയൊന്നുമില്ല. പൈശാചിക മണ്ഡലങ്ങൾ ചലിക്കണം നമ്മളൊരു വാക്ക് പറയുമ്പോൾ. അതിന് അധികാരം ഉണ്ടെങ്കിലേ പറ്റൂ. യേശു ശാസ്ത്രിമാരെ പോലെ ആയിരുന്നില്ല, പരീശന്മാരെ പോലെ ആയിരുന്നില്ല. അവൻ എങ്ങനെയായിരുന്നു? അവൻ അധികാരത്തോടെ സംസാരിച്ചത്. ഇന്ന് രാത്രി തൊട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിങ്ങൾ ഈ വചനമൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ ഈ അധികാരത്തോടെ ശുശ്രൂഷിക്കണം. അധികാരം എന്ന് പറയുന്നത് ഒച്ച ഉണ്ടാക്കാന്നല്ല അതിന്റെ അർത്ഥം, അല്ലേ? ഒച്ച ഉണ്ടാക്കി വലിയ ബഹളം വെക്കാന്നുള്ളതല്ല എന്റെ അർത്ഥം. അധികാരം ആ സ്പിരിറ്റ് ഉള്ളത്തിനകത്താണ് വ്യാപരിക്കുന്നത്. സ്പിരിറ്റ് ഉള്ളത്തിനകത്ത്, ആത്മതലത്തിനകത്ത് ആ തലത്തിൽ കയറി നിന്നിട്ട് സംസാരിച്ചാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവണം. പ്രൈസ് ഗോഡ്. നിങ്ങൾ ആ സ്പിരിച്വലി ആ തലത്തിൽ കയറിയാൽ മതി. ഇന്നലെ ഞാൻ കണ്ട് ഓർപ്പിച്ചതുപോലെ ഈ പാസ്റ്ററിന്റെ ആവേശം കാണുമ്പോൾ വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന പരവേശമൊന്നും അല്ല ആത്മസാന്നിധ്യം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ആ ഒരു സ്പിരിച്വൽ ഉള്ളത്തിനകത്ത്, ആ അതോറിറ്റിക്കകത്ത് കയറി നിന്നിട്ട് പറയുമ്പോൾ, പ്രൈസ് ഗോഡ്, നമുക്ക് ആ അതോറിറ്റി പൈശാചിക മണ്ഡലങ്ങൾക്ക് മനസ്സിലാവും. പൈശാചിക മണ്ഡലങ്ങൾ തന്നെ ഇളകാൻ തുടങ്ങും. ഓക്കെ, അടുത്തത് യേശു തന്റെ ശിഷ്യന്മാർക്ക്, അതാണ് നമ്മൾ പറയാൻ വന്ന ഭാഗം. ഇനി ലൂക്കോസ് 9 വന്നാട്ടെ. മത്തായി, മർക്കോസ്, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവൻ 12 പേരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. എന്നോട് ചേർന്നൊന്ന് പറയാമോ, എന്തൊക്കെയാ കൊടുത്തേ? ശക്തിയും അധികാരവും കൊടുത്തു. പറഞ്ഞേ, ചങ്കത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞേ, എനിക്കും ഈ ശക്തിയും അധികാരവും വേണം. ആമേൻ. നമുക്ക് എന്താ വേണം? ശക്തിയും വേണം, അധികാരവും വേണം. ഇന്ന് രാത്രി ഇത് പ്രാപിച്ചുകൊണ്ട് ഇവിടെ എഴുന്നേക്കാവും കേട്ടോ. നമ്മുടെ അകത്തൊക്കെ ഇതൊക്കെ വ്യാപരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ആക്റ്റീവ് ചെയ്തിട്ട് ഇന്ന് രാത്രി ഇവിടെ എഴുന്നേക്കാവും. ഈ ശക്തിയും അധികാരവും പ്രാപിച്ചിട്ട് ഇവിടെ എഴുന്നേക്കാവും. എങ്കിലേ വല്ലതും നടക്കത്തുള്ളൂ. ആമേൻ. നമ്മള് 2 ഉദാഹരണങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ട്. ഒന്ന് യോശുവയുടെ കാര്യം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോശുവ എഴുന്നേറ്റിട്ട് പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലും താഴ്വരയിലും നിൽക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിച്ചു. എന്നിട്ട് അവിടെ താഴെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ അതിന് മുമ്പും ഉണ്ടായിട്ടില്ല, അതിന്റെ പിന്നും ഉണ്ടായിട്ടില്ല. ദൈവം ഒരു മനുഷ്യന്റെ വാക്കനുസരിച്ചു. പ്രൈസ് ഗാഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാക്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവൻ നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്നെ എന്റെ വായ് പോലെയാക്കുമെന്ന്. ദൈവം പറയുന്നതിന് തുല്യമാണ് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ. രാത്രി എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ദൈവം പറയുന്നതിന് തുല്യമാ. അത് ചുമ്മാ അതിലേക്ക് തോന്നിവാസം ജീവിച്ചല്ല. ദൈവത്തെ അനുസരിച്ച് ആത്മാവിനെ കീഴ്പ്പെട്ട ദൈവവചന പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ, നമ്മൾ പറയുന്ന വാക്കിന്, ദൈവം പറയുന്ന വാക്കിന്റെ അതേ വിലയുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ഗൗരവവും നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു വലിപ്പമൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, 2 ദൂത് കിട്ടിയാൽ വലിയ സന്തോഷം. കർത്താവ് എന്റെ കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എന്റെ കാര്യം നടക്കുമെന്ന് അറിയണം. പ്രവചനം കേൾക്കാൻ പോകുന്ന എന്തിനാ? എന്റെ കാര്യം നടക്കുമെന്ന് അറിയണം. നമ്മളൊക്കെ എത്രയോ സെൽഫിഷായി മാറിയല്ലേ? കർത്താവ് നമ്മളെ യേശുവിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നു, ശിഷ്യന്മാരാക്കി വെച്ചിരിക്കുന്നു. നമ്മളോട് ഇത് പോയി ചെയ്യാൻ കർത്താവ് പറഞ്ഞിരിക്കുക. നമ്മളെന്തോ അന്വേഷിക്കുന്നത്? പത്രോസ് പറഞ്ഞ യേശുവിന്റെ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കർത്താവിന് ചോദിക്കുക. പ്രവചനം എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തുവാ? എന്റെ കാര്യം നടക്കുമെന്ന് എനിക്കറിയണം. കർത്താവ്, ഞാൻ സകലവും വിട്ട് നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? സത്യത്തിൽ ഇതല്ലേ ഇന്നത്തെ നമ്മുടെ ആവശ്യം? കർത്താവ്, എനിക്കൊന്നും കിട്ടിയില്ലേലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ അങ്ങയുടെ നാമത്തിന് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? ഇതിന് പ്രൈസ് ഗോഡ്. നമുക്ക് എന്ത് കിട്ടുമെന്നല്ല, നമുക്ക് എന്ത് കർത്താവിനോട് കൊടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവ് അങ്ങനെ അതിന് ചേർത്തൊരു കാര്യം കൂടെ പറഞ്ഞു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒരുവൻ സകലതും വിട്ട് എന്നെ അനുഗമിച്ചാൽ അവൻ ഈ ലോകത്തിൽ അത് പ്രാപിക്കാതെ പോകത്തില്ലെന്ന കർത്താവിന്റെ വചനം. ഈ ലോകത്തിൽ അത് പ്രാപിക്കാതെ പോകത്തില്ല ദൈവത്തിന്റെ വചനം. ദൈവമക്കൾ, നമുക്ക് അങ്ങനെ കർത്താവിൽ വിശ്വസിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്താൽ നിശ്ചയമായിട്ട് കർത്താവ് നമ്മളെ മാനിക്കേണ്ടടുത്ത് മാനിക്കും. ഓക്കെ, യോശുവയുടെ ചരിത്രം നമ്മൾ കണ്ടു. രണ്ടാമത് വേറൊരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിൽ കാണുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള വാക്യമാണ്. ഏലിയാവ് വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞല്ലാതെ
ഈ ആണ്ടിൽ മഞ്ഞോ മഴയോ ഉണ്ടാകുകയില്ല. അവിടെ വായിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അവിടെ അത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയായി, ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞിട്ട് അല്ലെ അങ്ങനെ വായിക്കുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അതിന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് എലൈജ വാസ് എ മാൻ വിത്ത് എ നേച്ചർ ലൈക്ക് അവേഴ്സ്. നമ്മുടെ പ്രകൃതത്തോടു കൂടിയ, നമ്മുടെ നേച്ചറിനോട് കൂടിയ അതേപോലത്തെ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഒരു മനുഷ്യനായിരുന്നു എന്നർത്ഥം. ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? ഞാൻ പറഞ്ഞല്ല, അത് എന്തോ അധികാരമല്ലേ മക്കളെ. നിങ്ങളൊരു ഭൂതത്തോടൊക്കെ പറയുമ്പോൾ അങ്ങനെ ആ ഒരു അധികാരത്തോടെ പറയണം. ഒരു രോഗത്തോടൊക്കെ കൽപ്പിക്കുമ്പോൾ അങ്ങനെ പറയും, ഞാൻ പറഞ്ഞല്ലാതെ. ആ ഒരു ഞാൻ പറഞ്ഞാൽ ഇപ്പം നടക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടെ വേണം പറയാം. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഴ ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മഴ പെയ്യട്ടെ, സംഭവിച്ചു. ഒരു മനുഷ്യൻ പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു. ദൈവമക്കളെ, നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മളെ ദൈവം ആ തലത്തിൽ നമ്മളെ ഉപയോഗിക്കും. ഇന്ന് രാത്രി അങ്ങനെ ഒരു സന്തോഷം, അങ്ങനെ ഒരു അധികാരമൊക്കെ പ്രാപിച്ചാൽ എന്തുമായിരിക്കും? ജീസസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇതൊക്കെ ഒന്നൊന്നും ഭാവന കണ്ടേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ അയൽവക്കംകാരനോട് നിങ്ങളൊരു കാര്യം പറയാതെ, നാളെ നീ പോവുക, നിന്റെ വിഷയത്തിന് വേണ്ടി പോവുക, നിന്റെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ പറയുക, ഞാൻ സേവിക്കുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക, നീ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അത് നടന്നേച്ചു വന്നാൽ എന്തോയിരിക്കും അവസ്ഥ? അങ്ങനെയൊക്കെ സംഭവിക്കണം ദൈവമക്കളെ. നമ്മുടെ അടുത്ത് ഞായറാഴ്ച പള്ളി കിടന്നിട്ട് അടി ഉണ്ടാക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. കസേര എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും മറ്റുള്ള കുറ്റം പറയാനും ഇതിനൊന്നും അല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. ഇന്നത്തെ ആത്മലോകത്തിന്റെ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഷ്ടമാണ്. ഇതിനൊക്കെയാണോ നമ്മളെ കർത്താവ് വിളിച്ചത്? നമ്മളെ കർത്താവ് വിളിച്ചത് കർത്താവിന്റെ സാക്ഷിയാകാനാ, അല്ല കർത്താവിന്റെ സാക്ഷ്യം കളയാൻ വേണ്ടിയിട്ടല്ല. തിരുവല്ലയില് എൻ്റെ പിതാവ് പാസ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ കുറെ CSI മർത്തമ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരൊക്കെ പപ്പയെ പ്രാർത്ഥനയ്ക്ക് അവിടെ വിളിക്കുമായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനും ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വാസത്തിലേക്ക് വരുന്നില്ല? അപ്പൊ അവര് പറഞ്ഞൊരു ഒരു പദം, സങ്കടത്തോടെ സന്തോഷത്തോടെ ആനന്ദിച്ചുകൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത്, ദൈവനോട് ക്ഷമിക്കട്ടെ, ഒരു റിയാലിറ്റി പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. അവർ പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്ററെ, നിങ്ങൾ പറയുന്ന ഉപദേശം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. പെന്തക്കോസ്തിലെ യാഥാർത്ഥ്യങ്ങളെല്ലാം ആത്മാവുണ്ടെന്നും പ്രവർത്തനമുണ്ടെന്നും വിടുതലുണ്ടെന്നും എല്ലാം ഞങ്ങൾക്കറിയാം. പക്ഷെ ഇവിടെയുള്ള വിശ്വാസികളുടെ അടിയും പരിപാടിയും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ടുള്ള വഴക്കും ഒക്കെ കാണുമ്പോൾ അതിനേക്കാൾ നല്ലത് ഇവിടെ നിൽക്കുകയാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വരാത്തത്. പറയാൻ വല്ല മറുപടി ഉണ്ടോ? നമുക്ക് ജീവിച്ച് കാണിക്കാൻ പറ്റട്ടെ. നമ്മളാരും ഇതൊക്കെ പറയുന്നത് കൊണ്ട് നമ്മളാരും മിടുക്കരായിട്ടല്ല. നമ്മളൊക്കെ വീഴാതെ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ദൈവസന്നിധിയിൽ താഴാം. നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുൻപാകെ ഒരു വിശ്വസ്ത ജീവിതം നമുക്ക് നയിക്കാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന കുറെ ഭാഗങ്ങളില് ലൂക്കോസിന്റെ സുവിശേഷം 1, 2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ കുറെ വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സക്കറിയാവ്, 2 അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത്. അവരെ കുറിച്ച് പറയുന്ന ഒരു പദമുണ്ട്. അവരുടെ ആ വാക്യം ഒന്ന് വായിച്ചേ, ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ടൊക്കെ പോവാം. ജീസസ്, വളരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ യാഥാർത്ഥ്യങ്ങളാണ്. ആത്മലോകത്തിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ യാഥാർത്ഥ്യങ്ങളാണ്. പറഞ്ഞത് വായിച്ചോ. ഇരുവരും ദൈവസന്നിധിയിൽ നീതി ഉള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എനിക്ക് ആ വാക്യം വായിക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ അകത്ത് കത്തുക, അല്ലെ? ഒരുവനെ കുറിച്ച് സ്വർഗം സാക്ഷ്യം പറയുന്ന ഒരു പദം അത്. ഇരുവരും, ആ ഭാര്യയും ഭർത്താവും, 2 പേരും, ഇരുവരും ദൈവസന്നിധിയിൽ നീതി ഉള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. ദൈവമക്കളെ, ഇവിടെ നിന്ന് പറയാൻ ദൈവാത്മാവെന്നെ ഒന്ന് പ്രേരിപ്പിക്കാൻ ഞാൻ ഇവിടെ നിന്ന് നിന്നോട്ടെ അല്പ നിമിഷം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പനും അമ്മയും, അതായത് യോഹന്നാന്റെ അപ്പന്റെ അമ്മയുടെ കാര്യമാണ് വായിക്കുന്നത്. അപ്പനും അമ്മയും നേരോടെ തിരുമുമ്പിൽ നടന്നതുകൊണ്ട് അതിന്റെ 13ാമത്തെ വാക്യം വായിച്ചേ, 10ാമത്തെ വാക്യം വായിച്ചേ. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം ഒക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായവന് പ്രത്യക്ഷനായി. എന്ത് പറഞ്ഞു? സക്കരിയാവ് അവനെ കണ്ട് ഭയപ്പെട്ടു. അപ്പൊ ദൂതൻ അവിടെ പ്രത്യക്ഷനായിട്ട് പറയുക, ദൂതൻ അവനോട് പറഞ്ഞത്, സക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായെന്ന് പറഞ്ഞ് ജീവിക്കുന്നവന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കുമെന്ന് ഞാൻ ഈ പറഞ്ഞു വന്നത്. ആദ്യം വായിച്ച എന്തുവാ? ചുമ്മാതല്ല. ദൂതൻ പ്രത്യക്ഷപ്പെടാൻ കാര്യം എന്തുവാ? സ്വർഗം പ്രാർത്ഥന കേൾക്കാൻ കാര്യം എന്തുവാ? ദൈവം മുൻപാകെ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരായതുകൊണ്ട് ദൂതൻ പ്രത്യക്ഷനായി പറഞ്ഞു, നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കുക. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? പറഞ്ഞു, ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഇനി അതിന്റെ 15ാമത്തെ വാക്യം വായിച്ചു നോക്കി.
അപ്പൊ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടായി. എന്നിട്ട് അവർ പറയുകയാണ്, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു. ഈ വാക്കൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണെങ്കിൽ ഇത്രയും ഗൗരവത്തോടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പനും അമ്മയും മര്യാദയ്ക്ക് നടക്കുന്നവരും ജീവിക്കുന്നവരും ആയതുകൊണ്ട് ആ കൊച്ചകത്തുണ്ടാകുമ്പോഴേ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. ജീസസ്. അപ്പം നിങ്ങൾ ഇവിടെ കല്യാണം കഴിക്കാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, യൗവനക്കാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അതിനുവേണ്ടി പ്രിപ്പയർ ആവണം. നിങ്ങളുടെ സന്തതികളൊക്കെ അഭിഷക്തരായിട്ട് പുറത്തു വരണം. പുറത്ത് വന്നേച്ച് അഭിഷേകം പ്രാപിക്കുകയല്ല, അകത്ത് അഭിഷക്തനായിട്ട് പുറത്തോട്ട് വരട്ടെ. അങ്ങനെയൊക്കെ ഒരു തലമുറ നമുക്കിനി വേണ്ടിയത്. യോഹന്നാനെ പോലെ അല്ലേ, വാളിന്റെ മുമ്പിലൊക്കെ ബലത്തോടെ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്ന തലമുറ നമുക്ക് വേണം. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കണം. അവർ വളർന്നു വരുമ്പോൾ ആ ഒരു ദൈവഭയത്തിലും ഭക്തിയിലും, ഇത് മാതാപിതാക്കൾ ഭക്തിയോടും ഭയത്തോടും കൂടെ തിരുമുമ്പിൽ നടക്കുമ്പോഴേ തലമുറ ഭക്തിയിൽ നടക്കുന്നുള്ളതാണ് കാര്യം. ഇനി വേറെ രണ്ട് വ്യക്തികളെ കുറിച്ച് താഴ്ത്തു വരുമ്പോൾ വായിക്കുന്നുണ്ടല്ലോ, ആ വ്യക്തിയെ കുറിച്ച് തന്നെ വീണ്ടും തന്നെ 17ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ച്. അവൻ അമ്മയപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിയുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ആത്മാവും ശക്തിയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വേറൊരു കാര്യം, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഇവിടെ എലിസബത്ത് ഗർഭിണിയായി. 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോഴാണ് മറിയയുടെ അടുക്കൽ ദൂതൻ പ്രത്യക്ഷനാകുന്നത്. ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് മറിയയുടെ അടുക്കൽ പ്രത്യക്ഷനായി. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, 35ാമത്തെ വാക്യം, 1-ാമത്തെ അധ്യായത്തിന്റെ 35ാമത്തെ വാക്യം. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. നമ്മൾ ഈ വാക്യം നീ അടുത്ത ഭാഗത്ത് വായിക്കാൻ വേണ്ടി ഇരുന്നതാ, അതുകൊണ്ട് പറഞ്ഞങ്ങ് പോവാം. ഇവിടെ മറിയോട് കർത്താവ് പറയുന്നത് എന്തുവാ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നമ്മൾ മുമ്പേ കണ്ട രണ്ടുപേരുടെ മേൽ എന്തോ ഉണ്ടായിരുന്നു? അവരുടെ മേൽ ആത്മാവ് ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത തലമുറയെ കുറിച്ച്, വേറൊരു കുടുംബത്തെ കുറിച്ച് വായിക്കുക. മറിയുടെ മേൽ ആത്മാവ് വന്നു, അത്യുന്നതന്റെ ശക്തി കൂടെ വന്നപ്പോൾ ഒരു തലമുറ ഉത്പാദിപ്പിക്കപ്പെട്ടു. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ രണ്ടുപേരും ഗർഭിണിയായി. ഇവർ രണ്ടുപേരും കൂടെ മറിയ എലിസബത്തിനെ കാണാൻ വേണ്ടിയിട്ട് എലിസബത്തിന്റെ വീട്ടിൽ ചെല്ലുന്നൊരു സംഭവം ഉണ്ട്. അതിന്റെ 39 തൊട്ടുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സെക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദനം ചെയ്തു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഉള്ളത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. എന്തോ അല്ലെ, മൊത്തം ഒരു പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷം തന്നെ. ഓ ജീസസ്. എന്നൊക്കെയാണ് നമ്മുടെ സഹോദരിമാരൊക്കെ കൂടിയ, എന്റെ എടി നീ ഈ സാരി എവിടുന്നാ കിട്ടിയേ, എത്ര എന്തോ എന്നാ വിലയാ, ഏത് കട എന്നാ മേടിച്ച സാരിയുടെ കഥ പറയും. ഞങ്ങൾ അച്ചായന്മാരൊക്കെയാണ് ഞങ്ങൾ വല്ല വണ്ടിയുടെ കാര്യം, ഈ വണ്ടി എന്തോ മൈലേജ് ഉണ്ട്, ഇതൊക്കെ ഞങ്ങൾ പറയുന്നത്. പക്ഷെ ഇവിടെ എന്തുവാ, ഇവർ രണ്ടുപേരും കണ്ടപ്പോ തമ്മി വന്ദനം ചെയ്തോളൂ, ഉള്ളിൽ പിള്ള തുള്ളിയെന്ന്. ദൈവമക്കളെ, നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആത്മനിറവിലും അന്തരീക്ഷത്തിലും ജീവിക്കാൻ നമുക്ക് പറ്റട്ടെ. അല്ലാതൊക്കെ നമ്മൾ ജീവിച്ചോണ്ട് എന്തോ പ്രയോജനം അല്ലേ? ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ വാ ശുദ്ധമാകണം, നമ്മുടെ തലമണ്ട ശുദ്ധമാകണം, നമ്മുടെ നോട്ടവും നിരൂപണവും നമ്മുടെ പ്രവൃത്തികളൊക്കെ. ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, ദൈവമേ എന്റെ ഹൃദയത്തിലെ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ നിരൂപണവും നിനക്ക് പ്രസാദമാകുമാറാകട്ടെ. അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാവോ നമുക്ക്? അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കണം. കർത്താവ് എനിക്ക് ഈ ആഴ്ച ഒരു വണ്ടി തരണേ, 10,000 രൂപ തരണം, നല്ല പ്രാർത്ഥിക്കണം. കർത്താവ് എന്റെ വായിലെ വാക്കുകൾ നിനക്ക് പ്രസാദമാകട്ടെന്ന് പ്രാർത്ഥിക്കണം. എന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ നിനക്ക് പ്രസാദമാകട്ടെന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കും. പ്രൈസ് ഗോഡ്. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ആത്മലോകത്തിലെ തലങ്ങളെ ഒക്കെ മാറ്റി നമ്മൾ ഇതിനകത്തുനിന്നൊക്കെ പുറത്തു വരണം. ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ ജീവിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ ശുശ്രൂഷ ചെയ്യുവാനും നമ്മളെ തന്നെ ഈ ദിവസങ്ങൾ പ്രിപ്പയർ ചെയ്യണം. പ്രൈസ് ഗോഡ്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എത്ര പേരുടെ അകത്ത് ഉള്ളം കത്തുന്നുണ്ട്? പ്രൈസ് ഗോഡ്. എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് കുറെ കൂടെ ബെറ്റർ ആയിട്ട് ജീവിക്കണം എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഇപ്പോഴും തോന്നുക, കർത്താവ് എനിക്ക് കുറെ കൂടെ ഒന്ന് വിശുദ്ധനായ കൊള്ളാം, കുറെ കൂടെ ഒന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാം, കുറെ കൂടെ ദൈവശക്തി എനിക്ക് ഇപ്പോഴും പ്രാർത്ഥിക്കുക. കർത്താവേ ഇനിയും വേണം, ഇനി ഇതുകൊണ്ടൊന്നും നമ്മൾ തൃപ്തരാകുന്നില്ല, ഇനിയും നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാക്കളെ നേടാൻ പറ്റണമെങ്കിൽ ദൈവകൃപ നമ്മുടെ മേൽ വന്നേ പറ്റൂ, പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മുടെ മേൽ വന്നേ പറ്റൂ. നമ്മൾ പറഞ്ഞതാണ്, എലിസബത്തും മറിയയും തമ്മിൽ കണ്ടപ്പം ഉള്ളത്തിൽ പിള്ള തുള്ളി എന്ന് പറഞ്ഞാൽ പുറമെ രണ്ടുപേരും ആത്മനിറവിലുള്ളവരാ, അകത്ത് കിടക്കുന്നത് രണ്ടിനും, അതിനകത്തുമുണ്ട് ആത്മാവ്. അവരും അഭിഷേകത്തിൽ എന്തുവല്ലേ ഒരു കുടുംബ ജീവിതം. ദൈവമക്കളെ, നിങ്ങൾ ഇതൊരു പ്രസംഗം കേൾക്കുന്ന ലാഭത്തോടെ കേൾക്കല്ലേ. ഇന്ന് രാത്രി തൊട്ട് ഇതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈ വാക്യമൊക്കെ നമ്മുടെ അകത്ത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. ആമേൻ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയും തലമുറകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അവരിങ്ങനെ ഒരു ആത്മീയ അന്തരീക്ഷം, നിങ്ങൾ മുട്ടം വരുന്നത് പ്രാർത്ഥിച്ചാൽ മതി.
പ്രൈസ് ഗോഡ്. ദൈവം അത് ചെയ്യും, ദൈവം അത് ചെയ്യും. ഓക്കെ, പിന്നീട് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്, അവിടെ അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് 67 വാക്യം വായിച്ചു നോക്കി, 1:67 വായിച്ചേ. അവിടെ അപ്പനായ സെക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചത്. സെക്കരിയാവ് ആത്മാവ് നിറഞ്ഞ് പ്രവചിക്കുക. പിന്നെ അതിന്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വന്നേ, 2-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം, അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഭാഗം. യെരുശലേമിൽ ശിമെയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. ഇവിടെ യേശുവിന്റെ ജനന സമയത്ത് പറയപ്പെടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എന്തുണ്ടായിരുന്നു? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലൊന്നും അല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി തുടങ്ങുന്നത് കേട്ടോ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി തുടങ്ങുന്നത്. യേശുവിന്റെ ജനന സമയം മുതൽ മൊത്തം പരിശുദ്ധാത്മാവാ കോർഡിനേറ്റ് ചെയ്യുന്നത്. യേശുവിന് മുമ്പ് വരണ്ടെന്ന യോഹന്നാന്റെ ജനനം, അവന് ജനനം കൊടുക്കേണ്ട 2 മാതാപിതാക്കൾ, അവരെ ഉൾപ്പെടെ ദൈവാത്മാവ് കൺട്രോൾ ചെയ്യുക. എന്തോ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പരിപാടി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ദൈവങ്ങൾ എന്തെങ്കിലുമൊക്കെ? പ്രൈസ് ഗോഡ്. ഇന്നതൊക്കെ സംഭവിക്കട്ടെ, നമ്മുടെ അകത്ത് സംഭവിക്കട്ടെ. ഓക്കെ, താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായിരുന്നു. ഇനി അടുത്ത വാക്യം നമ്മൾ മുമ്പേ വായിച്ചത്, അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. അപ്പൊ യേശു ജനിച്ചു, യേശുവിനെ കൊണ്ട് പള്ളി ചെന്ന സംഭവം നമ്മൾ വായിക്കുന്നത്. ആത്മനിയോഗത്തിൽ പള്ളി ചെന്നു. നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളി പോകണമല്ലോ എന്ന് വിചാരിച്ചു പോകുന്ന, പക്ഷേ പുള്ളിക്കാരൻ പള്ളി പോയത് എങ്ങനെയെന്നറിയോ? ആത്മനിയോഗത്തിൽ. ദൈവമക്കളെ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് മുമ്പ് ആത്മനിയോഗം നമുക്ക് പ്രാപിക്കും. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആത്മനിയോഗം. ഇനി അവിടെ വേറൊരു സ്ത്രീയെ പറ്റി എഴുതിയിട്ടുണ്ട്, വയസ്സി എന്നൊരു സ്ത്രീയെ പറ്റി. 36-ാമത്തെ വാക്യം, ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് എന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. പിന്നെ അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. അപ്പൊ യേശുവിന്റെ ജനനവും പിന്നീടുള്ള വളർച്ച മൊത്തം ആത്മാവിൽ നിറഞ്ഞുള്ളതായിരുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ വീടിന്റെ അന്തരീക്ഷമൊക്കെ ഇങ്ങനൊരു ആത്മനിലവൽ ആകട്ടെ. അടുത്ത ഭാഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ഭാഗം ഒന്ന് നമ്മൾ പറഞ്ഞ ഇതാണ്, ഏറ്റവും ആദ്യം പറഞ്ഞത്, നമുക്കൊരു ഇഫക്റ്റീവായിട്ടൊരു ക്രിസ്ത്യ ജീവിതം നയിക്കണമെങ്കിൽ, ഫലപ്രദമായൊരു ആത്മജീവിതം നയിക്കണമെങ്കിലും, ഫലപ്രദമായ ഒരു ശിഷ്യത്വത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണമെങ്കിലും ഈ പറയപ്പെട്ട കാര്യങ്ങൾ വേണം. ഒന്ന് നമ്മൾ പറഞ്ഞത് പരിശുദ്ധാത്മ നിറവ്, 2 അധികാരം, 3-ാമത്തെ കാര്യമാണ് ശക്തി. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വീണ്ടും വന്നു നോക്കി. അവിടെ നമ്മൾ ആ ഭാഗം വായിച്ചു നോക്കിയാലും ഒന്നുകൂടെ വായിച്ചു പോകാം. അവൻ അവർക്ക് എന്താ കൊടുത്തത്? 12 പേരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അപ്പൊ സുവിശേഷ വേല അതിന്റെ വ്യാപ്തിയിൽ വെളിപ്പെടണമെങ്കിൽ, ശക്തമാകണമെന്നുണ്ടെങ്കിൽ എന്തോ വേണം? അധികാരം വേണം. ഇനി നിങ്ങൾ 10-ാം അധ്യായത്തിലോട്ട് വന്നേ. 10-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം വായിച്ചു നോക്കി. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു, താൻ ചെല്ലുവാനുള്ള പട്ടണങ്ങളിലേക്ക്. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ. താൻ ചെല്ലാനിരിക്കുന്ന പട്ടണങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്കും അവനവരെ തനിക്ക് മുൻപായി അയച്ചു. ഈ രണ്ടായിട്ട് അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. യജമാനോട് കൊയ്ത്തിന് വേണ്ടി യാചിപ്പൻ എന്നൊക്കെ പറഞ്ഞു. ചെന്നായ്ക്കോട്ടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിനു ശേഷം കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, അവൻ അവർക്ക് എന്തോ കൊടുത്തു. അതിന്റെ 17 തൊട്ട് വായിച്ചു നോക്കി. ആ 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നു, കർത്താവ് നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഞാൻ നിങ്ങൾക്ക് ശക്തി തരുന്നു, അധികാരം തരുന്നു. അപ്പം ഈ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത 2 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്, 1 ശക്തിയും, 2 അധികാരവും. നമ്മളോട് തന്നെ ചോദിച്ചു, ഞാൻ ഇത് എവിടെയെങ്കിലും മിസ്സാക്കുന്നുണ്ടോ? എന്റെ ലൈഫിൽ ഈ അധികാരവും ശക്തിയും ഉണ്ടോ? ഹലോ, ഇനി പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അധികാര ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രസംഗിക്കാൻ അറിയാവുന്നല്ല ചോദിച്ചു കേട്ടോ. പ്രസംഗിക്കാൻ അറിയാവോ, അന്യഭാഷ പറയുന്നുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. എന്താ ചോദ്യം? ശക്തി ഉണ്ടോ? നമ്മളോട് തന്നെ ചോദിച്ചേ, ശക്തി ഉണ്ടോ? അധികാരം ഉണ്ടോ? ആത്മസാന്നിധ്യം ഉണ്ടോ? ആത്മനിറവുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അത് പ്രാപിച്ച് എഴുന്നേക്കാവും. ഇന്ന് രാത്രി ഇത് പ്രാപിച്ചിട്ട് ഇവിടുന്ന് എഴുന്നേക്കാവും. കർത്താവിനോട് അത് കിട്ടുന്നത് വരെ എഴുന്നേറ്റ് പോകരുത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കത് ചിന്തിക്കാം, എങ്ങനെയാണ് അത് പ്രാപിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ഇനി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി ഈ യെരൂശലേം വിട്ടു വാങ്ങിപ്പോകാതെ ഇവിടെ കാത്തിരിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്തോ ധരിക്കുന്ന കർത്താവ് പറഞ്ഞേ. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് വേണ്ടത് ശക്തിയാണ്. ഈ പരിശുദ്ധാത്മാവും ശക്തിയും തമ്മിൽ കണക്ട് ആയിട്ട് കിടക്കുന്നത് മനസ്സിലായോ?
പരിശുദ്ധാത്മാവും ശക്തിയും തമ്മിൽ കണക്റ്റഡാ, വളരെ വെൽ കണക്റ്റഡാ. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞ് ശക്തി വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അത് ഒന്ന് മനസ്സിലാക്കണം. ഞാൻ പറയുന്ന അർത്ഥത്തിൽ മാത്രമേ മനസ്സിലാക്കാവൂ. രണ്ടും ഒന്ന് തന്നെയാ. പരിശുദ്ധാത്മാവിനകത്താണ് ശക്തി ഉള്ളത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് ശക്തി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ അന്യഭാഷയ്ക്കകത്ത് ശക്തി വ്യാപരിക്കാത്തത്. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമാണെന്ന് ഏറ്റു പറയണമെങ്കിൽ, യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് ഉണ്ടല്ലേ പറ്റുള്ളൂ. നമ്മളതെല്ലാം ചെയ്തവരാ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഭൂതം പോകുന്നില്ല, രോഗി സൗഖ്യമാകുന്നില്ല, അത്ഭുതങ്ങൾ നടക്കുന്നില്ല. എന്താ അതിന്റെ കാര്യം? ശക്തി വെളിപ്പെട്ടിട്ടില്ല. ആ ശക്തിയുടെ കാര്യമാണ് മുമ്പേ വായിച്ച വാക്യത്തിലെ മറിയോട് കർത്താവ് പറയുന്ന ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? നമ്മൾ മുമ്പേ വായിച്ച വാക്യം മറിയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ. ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ദൈവപ്രവൃത്തി, മിറക്കിൾ സംഭവിക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ അർത്ഥങ്ങളൊക്കെ അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവാത്മാവിന്റെ ശക്തിയും ദൈവാത്മാവിന്റെ പ്രവൃത്തിയും രണ്ടും നമ്മുടെ അകത്ത് ഒരുപോലെ വർക്ക് ചെയ്യണം. രാത്രി അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് തൊട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് എനിക്കത് വേണമെന്ന് പറയണം. ഞാൻ വചനത്തിന് അകത്ത് ഇല്ലാത്ത ഒരു കാര്യവും പറഞ്ഞില്ല. വചനം വായിച്ച് നിങ്ങൾ മുമ്പിൽ കാണിച്ച് അതുപോലെ പറഞ്ഞു തരിക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വചനം അതുപോലെ പ്രാർത്ഥിക്കണം അല്ലേ? കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത രണ്ട് കാര്യമാണ്, അധികാരവും ശക്തിയും. പരിശുദ്ധാത്മാവിനെ കർത്താവർക്ക് വാഗ്ദത്തം ചെയ്തു കൊടുത്തു. ഇത് മൂന്നും വേണമെന്ന് പ്രാർത്ഥിക്കുന്നതിനകത്ത് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ? ഒരു ഇതിനകത്ത് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് എഴുതിയിരിക്കുന്ന കാര്യം. സോ ഇത് നമുക്കുണ്ടോ എന്നുള്ളത് മാത്രം നമ്മളോട് ചോദിക്കുകയും ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രം മതിയാവും. സോ ഇന്നോട്ട് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഓക്കെ, യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത് അധികാരവും ശക്തിയാണ്. പരിശുദ്ധാത്മ വന്നപ്പോൾ അവർക്ക് കിട്ടിയതും അധികാരവും ശക്തിയാണ്. ഇന്ന് രാത്രി ദൈവമക്കളായിട്ട് ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടിയതും ഇത് തന്നെയാണ്. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 2:5 വായിച്ചു നോക്കി. അവിടെ പൗലോസ് പറയുന്ന ഒരു വാക്യം, നമ്മളത് മുമ്പേ ആ വാക്യം ഓർപ്പിച്ചു. എന്റെ പ്രസംഗങ്ങൾ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനത്താൽ എത്രയാകുന്നു. ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡെമോൺസ്ട്രേഷൻ പരിശുദ്ധാത്മാവിന്റെ പ്രദർശനമാണെന്ന്, പരിശുദ്ധാത്മാവിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മുടെ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ. അതാ പൗലോസ് പറയുന്നത്. ലൂക്കോസ് 1:34 കാണാം മറിയയുടെ കാര്യം നമ്മൾ എഴുതിയത്. ഓക്കെ, അടുത്തത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വേറൊരാളെ കൊലോസ് ലേഖനം 1:29 കൊണ്ട് നിർത്താട്ടെ. ഫിലിപ്പിയർ 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ ശക്തിയുടെ പ്രത്യേകതയെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ശക്തിയുടെ ഒരു പ്രത്യേകതയെ കുറിച്ച്. അവൻ തനിക്ക് സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന അവന്റെ ശക്തിയുടെ വ്യാപാര ശക്തി കൊത്തവണ്ണം. മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവശക്തിയുടെ പ്രത്യേകത എന്തുവാണ്? അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ദൈവശക്തി. ദൈവമക്കളെ ഇന്ന് രാത്രി വിശ്വസിക്കാമോ? എന്റെ അകത്തും നിങ്ങളുടെ അകത്തും വ്യാപരിക്കുന്ന ദൈവശക്തി ഇതാണെന്ന്. സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ദൈവശക്തി. രോഗത്തെ കീഴ്പ്പെടുത്തിയാലേ രോഗം സൗഖ്യമാവും. ഭൂതത്തെ കീഴ്പ്പെടുത്തിയാലേ ഭൂതം പോകൂ, അല്ലെ ഭൂതം പറഞ്ഞാൽ കേൾക്കത്തില്ല. ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ പൗലോസ് പറയുന്ന ഭാഷയാണത്. പൗലോസ് പറയുക, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന അവന്റെ വ്യാപാര ശക്തി കൊണ്ട്. ആമേൻ. ഇനി അതിന്റെ 1:29 വായിക്കാമോ? കൊലോസ് ലേഖനം 1:29. ഞാൻ എനിക്ക് ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവന്റെ വ്യാപാര ശക്തി. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ പറ്റും, എന്റെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്, അത് ബലത്തോടെ എന്റെ അകത്ത് വ്യാപരിക്കുകയാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? എന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി അത് ബലത്തോടെ എന്റെ അകത്ത് വ്യാപരിക്കുക, ബലത്തോടെ എന്റെ അകത്ത് വ്യാപരിക്കുക. പൗലോസ് എന്തോ ധൈര്യത്തോടും കോൺഫിഡൻസോടും ഇതാ പറയുന്നത്. എന്റെ അകത്ത് ഈ ശക്തി, അതിനകത്ത് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കണം. ഇംഗ്ലീഷിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇറ്റ്സ് വർക്കിംഗ് ഇൻസൈഡ് ഓഫ് മീ. എന്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അകത്തൊരു ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യാപരിക്കുക എന്നുള്ള മലയാളം, ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്ന വർക്കിംഗ് എന്ന ഒരു ശക്തി എന്റെ അകത്ത് നിങ്ങളുടെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. ഒരു വലിയ ദൈവശക്തി ഇന്ന് രാത്രി നമ്മുടെ അകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങട്ടെ. ഇന്ന് വരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങട്ടെ. പൗലോസ് പറയുക, ആ ശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നവന്റെ വ്യാപാര ശക്തി. നിങ്ങളൊരു രോഗത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നിങ്ങളൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളുടെ അകത്ത് ശക്തിയോടെ പറയട്ടെ, ഈ ദൈവശക്തി എന്റെയും നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സകലത്തെയും തന്റെ ശക്തി അവനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി ഉണ്ട്. ആ ബാക്കി ഒന്നുകൂടെ വായിച്ചേ. ഫിലിപ്പിയർ 3:21 ഒന്നുകൂടെ വായിച്ചേ. ഫിലിപ്പിയർ ലേഖനം 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി ഉണ്ട്. നിങ്ങൾ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ അകത്തുണ്ടാകേണ്ട വിശ്വാസം എന്താണെന്നറിയാമോ? എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് വിശ്വസിക്കാം. ഇന്ന് രാത്രി നിങ്ങളിപ്പോ പേഴ്സണലി അനുഭവിക്കുന്ന ഏത് പ്രശ്നമാകട്ടെ,
നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പേഴ്സണൽ പ്രശ്നങ്ങളാകട്ടെ, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആ ഒരു ദൈവശക്തിക്ക് ഈ പ്രശ്നങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ നിൽക്കാൻ പറ്റുന്നത് ദൈവശക്തിയാ. പക്ഷെ അതിനകത്തൊരു ഒരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകണം. ഒരു വിശ്വാസം നമുക്ക് നമ്മുടെ അകത്തുണ്ടാകണം. അതെന്താണെന്ന് ഞാനൊന്ന് പറയാം. നിങ്ങൾ എഫീസ് ലേഖനത്തിലേക്ക് ഒന്ന് വരാമോ? എഫീസ് ലേഖനം അതിന്റെ 6-ാമത്തെ അധ്യായത്തിൽ ആ സർവായുധ വർഗങ്ങളെ കുറിച്ച് പറയുന്നതിന്റെ കൂട്ടത്തിൽ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. അതിന്റെ 16-ാമത്തെ വാക്യത്തില്, നമ്മളെ വായിച്ച വാക്യത്തിൽ തന്നെ, കാലിൽ ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പി. ഓക്കെ, ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. അതിന്റെ അർത്ഥം എന്താന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അവിടെ പറയാണ് എല്ലാറ്റിനും മീതെ എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി സർവായുധ വർഗങ്ങളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. ഇവിടെ ഒരു പരിചയെ കുറിച്ചാണ് പറയുന്നത്. ആ പരിചയം എന്തുവാണ്? വിശ്വാസമാണ് പരിച. ഓക്കെ, ആ പരിചയുടെ കപ്പാസിറ്റിയെ കുറിച്ചാണ് അതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. ആ കപ്പാസിറ്റി എന്തുവാണ്? എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. ആ വിശ്വാസത്തിന്റെ കപ്പാസിറ്റി എന്തുവാ? ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. ഇത് എടുത്തുകൊണ്ട് നിൽക്കാനാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന് എന്തോ കപ്പാസിറ്റി ഉണ്ട്. ദൈവങ്ങളെ, ഇതൊന്നും മനസ്സിലാക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു. ഇത് മനസ്സിലാക്കിയ പകുതി വിടുതൽ ഇന്ന് രാത്രി ഇവിടെ തന്നെ നടക്കും. ഈ വാക്യം അതുപോലെ ഒന്ന് മനസ്സിലാക്കിയ ഇന്ന് നടക്കേണ്ട വിടുതലിന്റെ പകുതി വിടുതൽ ഇവിടെയാ നടക്കേണ്ടത്. പൗലോസ് പറയുന്നത് എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം, അല്ലെ ആ വിശ്വാസത്തിന് അത്രയും, നമ്മുടെ അകത്തുള്ള വിശ്വാസത്തിന് അത്രയും ശക്തിയുണ്ട്. തീയമ്പുകളെ മുഴുവൻ കെടുത്താൻ പറ്റും പിശാചിൻ്റെത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ വിശ്വസിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. ഇത്രയും വിശ്വസിക്കണം, പിശാചിന് എനിക്കെതിരായിട്ട് അയച്ചുവിടുന്ന ഒരു അമ്പുകളും ഒരു തീയമ്പുകളും എന്റെ മേൽ കൊള്ളത്തില്ലെന്നും എന്റെ മേൽ ഏശത്തില്ലെന്നും ഉള്ള വിശ്വാസം. ഇതാണ് ഒരു വിശ്വാസിക്ക് ബേസിക്കലി ഉണ്ടാകേണ്ട വിശ്വാസം. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ സാറിന് വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? എന്റെ സഹോദര, അങ്ങോട്ട് കയറി പ്രാർത്ഥിക്കല്ലേ, ചിലപ്പോൾ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്, പോരാട്ടം അടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. എപ്പോ അടിച്ചെന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ അകത്ത് ബേസിക്കലി കിടക്കുന്ന വിശ്വാസം എന്തുവാ? പോരാട്ടം ഉണ്ടാകും എന്നുള്ള വിശ്വാസം നമ്മുടെ അകത്ത് കിടക്കുന്നത്. പൗലോസ് പറയുന്നത് എന്തുവാ? ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെ കെടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ വിശ്വാസത്തിനുണ്ടെന്നാ പൗലോസ് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് എന്തുവാ? പോരാട്ടം ഉണ്ടാകുമെന്ന്. അപ്പൊ ഇതിനകത്ത് ഏതാ വർക്ക് ചെയ്യുന്നത്? കർത്താവ് മാറിയിരുന്നിട്ട് പറയും നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അപ്പം പിശാച് വന്നേച്ച് ആവശ്യത്തിന് മുതുകിന്റെ അടിച്ചിട്ട് പോകും. ഇനി വേറൊരു വാക്യം കൂടെ ഞാൻ പറഞ്ഞാൽ, നമ്മൾ മുമ്പേ വായിച്ച വാക്യം മർക്കോസ് അല്ല, ലൂക്കോസിന്റെ സുവിശേഷം 10-ന്റെ 17ആണോ 18ആണോ? ആ വാക്യം വായിച്ച് 19-ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല. 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. സിസ്റ്റർ, അതൊന്നുകൂടെ വായിച്ചത്, ഉറക്കൊന്ന് വായിച്ചത്, നല്ലപോലെ വാക്യം വായിച്ചേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഇന്ന് രാത്രി ഇത് വിശ്വസിക്കാവോ? ഈ വാക്യം ഒന്ന് വിശ്വസിക്കാവോ? അതോ പോരാട്ടം അടിക്കുന്നാണോ വിശ്വാസം? പോരാട്ടം അടിക്കുക അടിക്കാതിരിക്കാതൊക്കെ കർത്താവിന്റെ കയ്യിലുള്ള കാര്യം. കർത്താവ് അനുവദിക്കാതെ ഒരു പിശാചിനെ നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. ഒരു പോരാട്ടത്തിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾ ബേസിക്കലി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വിശ്വാസം, പിശാചിന്റെ പോരാട്ടം എനിക്ക് അടിക്കത്തില്ലെന്ന് വിശ്വസിക്കാൻ തുടങ്ങണം. നമ്മളിവിടെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് ഈ പോരാട്ടം എതിലേ വരുന്നത്, ഇവിടുന്ന് ഒരു വർണ്ണ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വാതിലും തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ അവൻ കയറി അടുത്തേക്ക് പോകും, അല്ലേ? അവിടെ പറ, ഞാൻ വാതിൽ അടച്ചിരിക്കുക, വിശ്വാസത്താൽ നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ലെന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കാൻ നമ്മൾ പഠിക്കും. രാത്രി ആ വിശ്വാസം ഉണ്ടാകട്ടെ. എങ്ങാനും ഒരു മുട്ടിന് വേദന വന്നാൽ പറയും, ഇത് ക്യാൻസർ ആയിരിക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ട്, അല്ലേ? നമ്മൾ പിന്നെ ബാക്കിയുള്ള വിവേചനമൊക്കെ നമ്മൾ തന്നെ അങ്ങ് നടത്തുക. അതിന്റെ ബാക്കി എക്സ്പ്ലനേഷൻ നമ്മൾ തന്നെ. നോ, നീ എത്ര വലിയതാണെങ്കിലും പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ തന്നെ ക്യാൻസൽ ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ തന്നെ ക്യാൻസൽ. എന്തുവാ? സകലതിനെ കീഴ്പ്പെടുത്താനുള്ള അധികാരം എന്തിനുണ്ട്? നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിക്കുണ്ട്. ഈ ശക്തിയെ പറ്റി നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? എന്റെ ലൈഫിനെ മാറ്റിയ ദൈവശക്തിയായി, എന്റെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു വലിയ ഭയങ്കര ദൈവശക്തിയാണ്. ഈ ദൈവശക്തി എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ, അന്ന് എന്റെ ലൈഫിനകത്ത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. യേശുവിനെ ദൈവം അഭിഷേകം ചെയ്ത് എങ്ങനെയാണെന്നറിയാമോ?
നാസറേനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത്. അപ്പോസ്തലപ്രവൃത്തി 10:38 വായിച്ചു നോക്കി. ഇന്ന് ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞാൽ നിങ്ങൾ എന്നോട് വിഷമം വിചാരിക്കല്ലേ. ഇന്ന് ആത്മലോകം മിസ് ചെയ്യുന്നത് ദൈവശക്തിയാ. ഇത് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരുമോ? ഇന്ന് ആത്മലോകം മിസ് ചെയ്യുന്നത് ദൈവശക്തിയാ. ഇന്ന് ആത്മലോകം മിസ് ചെയ്യുന്നത് അധികാരങ്ങളാ. നമ്മുടെ പ്രസംഗങ്ങൾ മിസ് ചെയ്യുന്നത് അധികാരവും ശക്തിയാ. പ്രസംഗം ഇല്ലാഞ്ഞിട്ടല്ല, പ്രസംഗം ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ, മണിക്കൂറുകൾ പ്രസംഗിക്കാൻ നമുക്കറിയാം. ബട്ട് നമ്മുടെ ശുശ്രൂഷയ്ക്ക് ദൈവശക്തി വ്യാപരിക്കുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി ഒന്ന് വായിച്ചേ അല്ലെ, വചനത്തിന്റെ ഓരോ ലൈനുകളിൽ കൂടെ ഇറങ്ങിപ്പോയാൽ അതിനകത്തൊക്കെ കൊടുത്തിരിക്കുന്ന വലിയ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചി ബാധിച്ചവരെ ഒക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവങ്ങളെ ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ച്, നിങ്ങൾ എല്ലാവരും ബൈബിൾ തുറന്നിട്ട് ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചിട്ട് അതിനകത്തോട്ട് കൈവച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ച്. ഇതാ നമ്മുടെ ലൈഫിൽ, ഒരു ശിഷ്യന്റെ ലൈഫിൽ നടക്കേണ്ടത് ഇതാ. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ നമുക്ക് എന്തോ വേണ്ടിയത്? പരിശുദ്ധാത്മാവിനാലും അഭിഷേകത്താലും ഉള്ള ശക്തിയാണ് വേണ്ടിയത്. പിശാചിന്റെ മുമ്പിൽ ചെന്ന് കൂഞ്ഞരുത്. തന്റെ അടുത്തോടെ അവന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം നമ്മുടെ അകത്തുണ്ടാണ്. ചലിക്കരുത്. പിശാച് നമ്മളെ കാണുമ്പോൾ ചലിക്കണം, നമ്മൾ ചലിക്കരുത്. എന്റെ കണ്ണി നോക്കാൻ പറയണം പിശാചിനോട്. പിശാചുകളെ നോക്കാൻ പറയണം. ഒരു പിശാചി നോക്കത്തില്ല നമ്മുടെ മുഖത്ത്. അത് നമ്മുടെ കൈ കൊണ്ടല്ല, നമ്മുടെ അകത്തിരിക്കുന്ന ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. പ്രൈസ് ഗാഡ്. യേശുവിനെ എന്തോ ചെയ്തു? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഇന്ന് രാത്രി തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവ് ഈ ശക്തിയും അഭിഷേകവും എന്റെ മേൽ വേണം, എനിക്കതാ വേണ്ടിയത്. പ്രൈസ് ഗാഡ്. എന്നിട്ട് എന്താ വായിക്കുന്നത്? ദൈവം അവനോട് കൂടി ഇരുന്നത് കൊണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതാ. ഈ യേശു പോയടത്തൊക്കെ എന്തോ ഉണ്ടായിരുന്നു? ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ യോസഫ് എന്ന് പറയുന്ന അടിമച്ചെറുക്കന്റെ പ്രത്യേകത? യോസഫ് എന്ന് പറയുന്ന സഹോദരന്മാരെ തള്ളിക്കളഞ്ഞ, അപ്പനും അമ്മയും ഉപേക്ഷിച്ച് കളഞ്ഞ, വീടില്ലാതെ പൊട്ടക്കിണറ്റി കൊണ്ടുവന്നിട്ട യോസഫ് പോത്തിഫറിന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് മാനക്കേട് സഹിക്കാതെ വയ്യാതെ ഇറങ്ങി ഓടേണ്ടി വന്ന ആ യോസഫ്, കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്ന യോസഫിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യോസഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. എന്തോ സന്തോഷം അല്ലെ ദൈവമക്കളെ. നിങ്ങളുടെ കൂടത്തിൽ ലോകത്തിൽ ആരും ഇല്ലെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ അത് പോരെ. ഞാൻ ആ യോസഫിന്റെ ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ പറയാം. ഈ പൊട്ടക്കിണറ്റി കിടന്നാലും ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറി വരും. ഒരിക്കല് ഞങ്ങളുടെ അവിടെ ഈ തമിഴ്നാട്, എന്റെ വീട് കട്ടപ്പനക്കടുത്ത് ചേറ്റൂടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണ്. അപ്പൊ ആ ബോർഡറിൽ കൂടെ ഒരിക്കലും ഒരു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടി, ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നൊരു വണ്ടി, അല്ല മുട്ട കൊണ്ട് വന്നു വണ്ടിയാ, അത് കൊക്കയിലോട്ട് മറിഞ്ഞുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മുട്ടയെല്ലാം പൊട്ടിപ്പോയി, ആർക്കും എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ആൾക്കാർ അങ്ങനെ ഉപേക്ഷിച്ചു, വണ്ടി മാത്രം എടുത്തിട്ട് പോകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിനകത്തൊരു വാർത്ത, ആ മുട്ടയ്ക്കകത്തുനിന്ന് ഒരു കോഴിക്കുഞ്ഞ് പിരിഞ്ഞു വന്നേക്കുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് റേഷൻ പാസ്റ്റാണ് തോന്നുന്നു, ഒരു ദിവസം ഒരിക്കലും അത് കോട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ച് പറഞ്ഞു, ഏത് കൊക്കയ്ക്കകത്ത് കിടന്നാലും, ഏത് പൊട്ടക്കുഴിക്കകത്ത് കിടന്നാലും ജീവിക്കേണ്ടവനാണോ, ഉയരേണ്ടവനാണോ, നീ ഉയരും. പ്രൈസ് ഗാഡ്. അകത്ത് ജീവൻ ഉണ്ടല്ലേ, ഏത് പൊട്ടക്കുഴിക്കാൻ നമ്മൾ കയറി വരും. പ്രൈസ് ഗാഡ്. യോസഫിന്റെ ലൈഫിന്റെ പ്രത്യേകത അത്. സഹോദരന്മാരെ ഏത് പൊട്ടക്കിണറ്റി കൊണ്ടുവന്നിട്ടാലും അവിടുന്ന് കയറ്റാൻ ദൈവം തീരുമാനിച്ചതാണോ, മോനെ ഇട്ടവനെ കൊണ്ട് തന്നെ ദൈവം കയറ്റിക്കും. രാത്രി ഇത് ചിലരോടുള്ള ദൂത, നിന്നെ കുഴിക്കകത്തിട്ടവർ തന്നെ നിന്നെ കയറ്റും. നിന്നെ കൈക്ക് പിടിച്ച് തള്ളിക്കളഞ്ഞവർ തന്നെ നിന്നെ കൈക്ക് പിടിച്ചു കയറ്റുന്നൊരു ദിവസം. ദൈവശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ ഇന്ന് രാത്രി. ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ശഖാലാറാബാധന. ഇത് പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നോടെ ഞാൻ ഇത് പറയുന്നത്. യോസഫേ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ അധികാരം നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവശക്തി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ പൊട്ടക്കെട്ടി കിടക്കേണ്ടവനല്ല. അവരവിടെ കൊണ്ടുവന്നിട്ടാലും അവരെ കൊണ്ട് തന്നെ ദൈവം കയറ്റുകൊടുന്നു. ആമേൻ. പോത്തിഫറിന്റെ വീട്ടിൽ താമസിക്കുമ്പോഴും യോസഫിനൊരു ഒരു ചിന്ത എങ്ങനെ അകത്ത് കിടപ്പുണ്ട്. ഇതാണോ എന്റെ ലൈഫ്? ഇങ്ങനെയാണോ? ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ വിളിക്കപ്പെട്ടത്? അല്ലെ ഇതാണോ എന്റെ ലൈഫ്? ഇത്രയും വലിയ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ അറിഞ്ഞിട്ട് എന്റെ അവസ്ഥ ഇതാണോ? നമ്മളൊക്കെ അങ്ങനെ പലപ്പോഴും പ്രാർത്ഥിക്കാറില്ലേ? നമ്മളൊക്കെ അങ്ങനെ പലപ്പോഴും ചിന്തിക്കാറില്ലേ? അയ്യോ, ദൈവത്തെ അറിഞ്ഞിട്ടും എന്റെ ലൈഫിന്റെ സ്ഥിതി ഇതൊക്കെയാണല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും. രാത്രി അങ്ങനെ ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറയാം, ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥിതി അല്ല നിങ്ങളുടെ ഭാവി. ഇതല്ല നിങ്ങളുടെ ലൈഫ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വെച്ചിട്ടുണ്ട്, ദൈവം ഒന്ന് കരുതിയിട്ടുണ്ട്. അവിടേക്ക് പോകാനുള്ള സ്റ്റെപ്പുകളാ. ധൈര്യത്തോടെ സ്റ്റെപ്പ് ചവിട്ടി കയറിക്കും. ഇവിടെ തകർന്നു പോകരുത്. ഇവിടെ ഒരു കാര്യം ഓർത്തോണം, ജീവിതത്തിൽ എത്ര വലിയ കയ്പ് വന്നാലും ദൈവത്തിന്റെ ഭാഗത്തൊന്നും മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ബേസിക് നോളജ് നമുക്ക് വേണം. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ ഉദാഹരണം പറയാം. ഈ നമ്മള് ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ തീരത്ത് വന്ന് നിൽക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ.
അവിടെ വന്നിരിക്കുമ്പോൾ ഈ ജനം അവിടുത്തെ ഈ വെള്ളവും പ്രശ്നങ്ങളും എല്ലാം കണ്ട് പ്രതിസന്ധികളും എല്ലാം കണ്ടിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇവർ ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കാൻ തുടങ്ങി. ഇന്നും നമ്മളും ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അന്നേരം നേരെ മേലോട്ട് നോക്കിട്ട് പറയാം, എന്റെ കർത്താവ് എന്നാലും നീ എന്നോട് ഇത് ചെയ്തല്ലോ, കർത്താവ് വേണ്ട തെറ്റ് ചെയ്ത പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ നീതിമാന്മാരാ, തെറ്റ് ചെയ്താണ് കർത്താവ് ചെയ്തിട്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ദൈവമക്കളെ, ഈ പരിപാടി അവസാനിപ്പിക്കണം. ദൈവത്തെ ഒരിക്കലും നമ്മൾ കുറ്റം പറയരുത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കാൻ പറ്റിയ ദൈവത്തിന് ഒരു മിസ്റ്റേക്ക് പറ്റുമെന്ന്? ആ ദൈവത്തിന്റെ കുഴപ്പം കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോഴും ദൈവത്തോട് ചോദിക്കണം, കർത്താവ് എന്തുവാ ഞാൻ ചെയ്യേണ്ടേ? എന്തുവാ എൻ്റെ ലൈഫിലെ കുറവുകൾ വെളിപ്പെടുത്തിത്താ, ഞാൻ എന്തുവാ എവിടെയാണ് ക്രമീകരിക്കേണ്ടത്, എന്തുവാ ചെയ്യേണ്ടത് എന്നോട് പറ, ഞാൻ ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞ് അങ്ങ് വിധേയപ്പെട്ടിട്ട് അങ്ങോട്ട് ചെന്നാലേ കർത്താവ് തള്ളിക്കളയത്തില്ല. അതുകൊണ്ട് അവന്റെ വചനം പറയുന്നത് അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. രാത്രി അങ്ങനെ ഒരു ബേസിക് ഒരു വിശ്വാസം, അങ്ങനെ ഒരു 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 എന്താ പറയുന്ന ഒരു തീരുമാനം അകത്തെടുക്കാമോ? എന്റെ ലൈഫിൽ എന്തെല്ലാം വന്നാലും ഞാൻ കർത്താവിനെതിരായിട്ടൊരു വാക്കും പറയാമോ? ഇങ്ങനെ അങ്ങനെ തീരുമാനം എടുത്തിരുന്നു രാത്രി. ക്രിസ്തീയ ജീവിതത്തിൽ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടിയ പോളിസി. അങ്ങനെ ഒരു പോളിസിക്കകത്ത് നമ്മൾ ജീവിക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അത്. ജീവിതത്തിൽ ഇനി എന്നാ പട്ടിണി കിടക്കേണ്ടി വന്നാലും അത് ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടാകത്തില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ദൈവം എന്റെ ഹൃദയത്തിൽ തന്നൊരു ബോധ്യമാണ്. കാരണം ദൈവം വിശുദ്ധനാ, ദൈവം വിശ്വസ്തനാ. ദൈവത്തിന്റെ ഭാഗത്തെ കുഴപ്പം കൊണ്ട് നമ്മൾ പട്ടിണി കിടക്കത്തില്ല. ഇനി ഒരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവേ ആ കാരണം എന്താ എന്നോട് പറഞ്ഞതാ, ഞാനത് ശരിയാക്കാമെന്ന് മാത്രം പറഞ്ഞാൽ. ഇതൊക്കെ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ആത്മലോകത്തിൽ പഠിക്കേണ്ട, ഇത് മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാതെ എല്ലാ ദിവസവും മോനെ നീ പ്രാർത്ഥിച്ചു നാളെ നിനക്ക് വിടുതലുണ്ടാവും എന്ന് പറയുന്ന നല്ല വിഷയം. നമ്മുടെ മനോഭാവം ദൈവത്തോട് അതൊക്കെ മാറ്റം വരേണ്ടത്. ഇവിടെയൊക്കെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോടുള്ള മനോഭാവം നന്നായിരിക്കട്ടെ. നമ്മുടെ അയൽവക്കംകാരോടുള്ള നമ്മുടെ മനോഭാവം ശരിയാകട്ടെ. നമ്മളോട് തന്നെയുള്ള മനോഭാവം ശരിയാകട്ടെ. നമ്മൾക്ക് നമ്മുടെ സഭയോടുള്ള, ശുശ്രൂഷകന്മാരോടുള്ള, നമ്മുടെ ആത്മലോകത്തോടുള്ള നമ്മുടെ മനോഭാവങ്ങൾ ശരിയാകട്ടെ. നമ്മൾ വിചാരിക്കുന്നത് ഞാനാണ് ലോകത്തിൽ ഏറ്റവും അതിവിശുദ്ധൻ, ഞാൻ മാത്രമേ ഉള്ളൂ വിശുദ്ധൻ, ബാക്കി എല്ലാവരും തെറ്റാന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നത്. അതാണ് ലോകത്തിൽ ഏറ്റവും വലിയ അധപ്പതനം എന്ന് പറയുന്നത്. ദൈവത്തോട് പറ, കർത്താവ് ഞാൻ മിടുക്കനല്ല. പൗലോസൊക്കെ പറയുന്നില്ലേ, ഞാനൊന്നും ആയെന്നോ ചെയ്തെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പിടിക്കാമെന്ന് വെച്ച് ഓടുക. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു വന്നത് യേശുവിനെ എന്ത് ചെയ്തു? ശക്തിയാലും ആത്മാവിനാൽ ദൈവം നിറച്ചു നമ്മൾ വായിക്കുന്നത്. ലൂക്കോസ് 1:17 നമ്മൾ കണ്ടല്ലോ. നമ്മള് യോഹന്നാനെ കുറിച്ച് വായിച്ചപ്പോൾ പറഞ്ഞല്ലോ, അവൻ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൊണ്ട് നടക്കും. ഈ ശക്തി എന്ന് പറയുന്നൊരു വലിയൊരു ഘടകമാണ്. ഞാൻ അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സംഭവം അവസാനിപ്പിക്കാം. എനിക്കൊന്ന് സമയമായെന്ന് വിചാരിക്കുന്നു. സോ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട്, നാളെ നിങ്ങൾ വരുമ്പോൾ ഒരു ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. എഫീസ് ലേഖനം, ഞാൻ ഈ പറയുന്ന വാക്യം എൻ്റെ ലൈഫിനകത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ജോലി വിട്ടേച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു വാക്യം. ഈ വാക്യത്തെ കുറിച്ച് പറയാനും ഇത് പ്രസംഗിക്കാനും എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ ലൈഫിനെ മാറ്റി വരച്ചൊരു വാക്യം. നിങ്ങൾ നാളെ വരുമ്പോൾ എഫീസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് വരണം. ഈ വാക്യത്തിനകത്ത് ഭയങ്കര മിസ്റ്ററീസ് കിടപ്പുണ്ട്. ഭയങ്കര മിസ്റ്ററീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വെച്ചിട്ട് ഒരു ബുക്ക് എഴുതി. എൻ്റെ ബുക്ക് ഇതിൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ കാണിക്കാം. ഇത് വെച്ചിട്ട് ഞാൻ എഴുതിയൊരു ബുക്കാണ്. ആ ഒരു ഒറ്റ വാക്യത്തെ ബേസ് ചെയ്ത് എഴുതിയൊരു ബുക്കാണ്. എൻ്റെ മലയാളം കുറച്ച് കോപ്പികൾ എൻ്റെ കയ്യിലുള്ളൂ, പഴയ കോപ്പികളുണ്ട്. അത്യന്ത ശക്തിയുടെ മഹാവിസ്മയം എന്ന് പറഞ്ഞിട്ട് ബുക്ക് തന്നെ എഴുതാൻ കർത്താവിനെ സഹായിച്ചു. ഈ ഒരൊറ്റ വാക്യത്തെ ബേസ് ചെയ്ത് എഴുതുക. ഈ ഒരു ടോപ്പിക്കാണ് എൻ്റെ ലൈഫിൽ എന്നെ ശുശ്രൂഷയിലേക്ക് ഇറക്കിയത്. നാളെ രാത്രി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇന്നിപ്പം സമയം പോയല്ലോ, നമുക്ക് പ്രാർത്ഥിച്ചെന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ വിചാരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് ഈ കേട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റ കാര്യം മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ 1-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോഴേ, എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ പ്രാർത്ഥനയാണ്. വേറൊരു പ്രാർത്ഥന ഞാൻ പറഞ്ഞായിരുന്നു, യേശുവിന്റെ പ്രാർത്ഥനയെ കുറിച്ച്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ അതും വായിക്കണം. ഓക്കെ, ആ 17-ാം അധ്യായം മൊത്തം വായിക്കണം. യേശുവിന്റെ ഒരു പ്രാർത്ഥനയാണ്, വലിയൊരു നീണ്ടൊരു പ്രാർത്ഥനയാണ്. ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുക. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? 1:1 വായിക്കുന്നു, ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അപ്പൊ വിശ്വാസികൾക്ക് എഴുതിയിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്ന് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്ന് തൊട്ട് വണ്ടിയും വെള്ളവും ഒന്നും പ്രാർത്ഥിക്കല്ലേ. ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ഞാൻ പറഞ്ഞുതരാൻ പോവാം. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഇരുന്നപ്പോൾ ദൈവാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അതുകൊണ്ട് പറയാം. ഓക്കെ,
ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് വേണം. അതിനുവേണ്ടി ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി വേറെ ഉണ്ട് കുറെ പ്രാർത്ഥന വിഷയം, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം. ഇപ്പൊ ഇത്രയും കാര്യം. ഒന്ന്, പൗലോസ് പറയുന്നു നമുക്ക് വിശ്വാസികൾക്ക് വേണ്ടിയത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വേണമെങ്കിൽ എന്തോ ഉണ്ടാവണം? ഒന്ന്, ജ്ഞാനത്തിന്റെ ആത്മാവ്. രണ്ട്, വെളിപ്പാടിന്റെ ആത്മാവ്. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിന്റെ ഗൗരവം എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ജ്ഞാനത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ കാര്യങ്ങളോ അല്ലെ ദൈവത്തെക്കുറിച്ചോ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. കാരണം ദൈവം അത്രയ്ക്ക് വലിയവനാണ്. നമ്മുടെ ഈ ചെറിയ ബുദ്ധിക്കകത്തൊന്നും ഒതുങ്ങുന്നവനല്ല ദൈവം. ദൈവം തന്നെ കുറിച്ച് എന്തുമാത്രം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടോ അത്രയും മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് വലിയവനാണ് നമ്മുടെ ദൈവം. നമ്മൾ അതിന് തെളിവായിട്ട് ഒരു കാര്യം പറയാം. 8-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, ദൈവമേ നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നോക്കുമ്പോൾ മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം എന്ന് പറഞ്ഞാൽ, ദൈവത്തെയും സൃഷ്ടിയെയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ ദൈവത്തിന്റെ സൃഷ്ടികളിൽ വെച്ച് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. വളരെ നിസ്സാരന. അതിന് ഇനി വേണം ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് 12,000 കിലോമീറ്റർ മൊത്തത്തിൽ 24, അതായത് ഭൂമിയുടെ സെന്ററിൽ നിന്ന് ഒരു കോണിലോട്ട് അളന്നാൽ 12,000 കിലോമീറ്റർ ഉള്ള അതിന്റെ ഒരു വീതി എന്ന് പറയുന്നത്. മൊത്തത്തിൽ അളന്നാൽ 24,000 സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മുടെ ഈ ഭൂമിയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഈ ഭൂമി തന്നെ എത്രമാത്രം വലുതാന്ന് നിങ്ങൾ ആലോചിക്കുക. നമുക്ക് ഇന്നുവരെ പോകാൻ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഈ ഭൂമിയേക്കാൾ 109 മടങ്ങ് വലിപ്പമാണ് സൂര്യനുള്ളത്. 109 മടങ്ങ് വലിപ്പം. എത്രമാത്രം വലിപ്പമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറത്താണ്. ഇനി ആ സൂര്യനേക്കാൾ 10 ലക്ഷം മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഇന്ന് നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. 10 ലക്ഷം. സൂര്യനേക്കാൾ 10 ലക്ഷം മടങ്ങ് വലിപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രത്തിന്റെ UY സ്കൂട്ടി എന്നാണ് അതിന്റെ പേര്. അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സൂര്യനെ കൊണ്ടുവച്ചാൽ ഇത്രയും വലിയൊരു വട്ടം വരച്ചിട്ട് അതിന്റെ മുമ്പിൽ പേനയ്ക്ക് ഒരു കുത്തിട്ടല്ലേ എത്ര വലിപ്പമുണ്ടോ അത്രേ ഉള്ളൂ. അത്രയും വലിയ നക്ഷത്രത്തിന്റെ മുമ്പിൽ സൂര്യൻ. ആ സൂര്യനേക്കാൾ 109 മടങ്ങ് ചെറുതാണ് ഭൂമി. ആ ഭൂമിക്കകത്ത് ജീവിക്കുന്ന എന്നെ നിങ്ങളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. എന്തോ ഉണ്ട് നമ്മള്? കർത്താവ് ഒന്ന് ഊതാനുള്ളതുണ്ടോ? ആ മനുഷ്യനാണ് മുസ്ലിം പിലിപ്പിച്ച് ഞാൻ വലിയ പുള്ളിയാ പറഞ്ഞ ദൈവം ഒന്നുമില്ലെന്നും പറഞ്ഞ് നടക്കുന്നത്. ദൈവം ഭയങ്കരനാ. ആ ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനമാണ് നമുക്ക് വേണ്ടിയത്. അത് വേണമെങ്കിൽ എന്ത് വേണം? രണ്ട് കാര്യം വേണം. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വേണമെങ്കിൽ നമുക്ക് ജ്ഞാനത്തിന്റെ ആത്മാവ് വേണം. എന്തിനാ ജ്ഞാനത്തിന്റെ ആത്മാവ്? ഒരു കാര്യം പറഞ്ഞ് ഞാൻ തെളിയിക്കാം. മോശയോട് ദൈവം പറഞ്ഞു, നീ പർവ്വതത്തിൽ കയറുക, സമാഗമന കൂടാരത്തെ കുറിച്ചുള്ള മാതൃക ഞാൻ പറഞ്ഞു തരാം, കാണിച്ചു തരാം. മോശ കയറി ചെന്നു. മോശയ്ക്ക് ദൈവം പറഞ്ഞു കൊടുത്തു. ഇറങ്ങി പോന്നപ്പോ പറഞ്ഞു, നീ ചെന്നിട്ട് ആൾക്കാരോട് ഇത് പറഞ്ഞു കൊടുക്കണം, എനിക്ക് വേണ്ടി ആലയം പണിയണം. അപ്പം ദൈവം വേറൊരു കാര്യം കൂടെ പറഞ്ഞു, 2 പേരെ തിരഞ്ഞെടുക്കണം, ബെസലേലും ഒഹോലിയാവും. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവർക്ക് എന്റെ ജ്ഞാനത്തിന്റെ ആത്മാവിനെ കൊടുക്കും. എന്റെ ചോദ്യം, ദൈവം പറഞ്ഞു കൊടുത്തത് മോശയ്ക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ ജ്ഞാനത്തിന്റെ ആത്മാവിനെ കൊടുത്ത് ഇവരെ പണിക്ക് ഏൽപ്പിച്ചത്? ദൈവമക്കളെ, ദൈവം പറയുന്ന കാര്യം അതുപോലെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനത്തിന്റെ ആത്മാവ് കിട്ടിയാലേ പറ്റൂ. നമ്മുടെ ഈ തലയ്ക്കകത്തൊന്നും ഇതൊന്നും കയറത്തില്ല. അതൊക്കെ മനസ്സിലാകുമായിരുന്നെങ്കിൽ നമ്മളെക്കാൾ സൗന്ദര്യമുള്ളവരും നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരും നമ്മളെക്കാൾ പണമുള്ളവരും നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരും എത്ര പേര് ലോകത്തിലുണ്ട്, അവരൊക്കെ യേശുവിനെ മനസ്സിലാക്കത്തില്ലായിരുന്നു. നമുക്ക് ഈ ജ്ഞാനത്തിന്റെ ആത്മാവ് കിട്ടിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, കർത്താവ് എന്ന് വിളിക്കുന്നത്. നമ്മളെക്കാൾ മിടുക്കന്മാർ എത്ര പേര് ലോകത്തിലുണ്ടെന്ന് അറിയാമോ? ഇവർക്കൊന്നും യേശുവിനെ കുറിച്ച് മനസ്സിലാകാത്തത് ദൈവം അവർക്ക് അവരെ തന്നെ വെളിപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ്. 1. 2, അവർക്ക് ജ്ഞാനത്തിന്റെ ആത്മാവ് കിട്ടാത്തത് കൊണ്ടാണ്. 1, ജ്ഞാനത്തിന്റെ ആത്മാവ്. 2, വെളിപ്പാടിന്റെ ആത്മാവ്. എന്തിനാ നമുക്ക് വെളിപ്പാടിന്റെ ആത്മാവിനെ വേണ്ടിയത്? വെളിപ്പാടിന്റെ ആത്മാവിന് വേണ്ടി ഇതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ വചനം മുഴുവൻ വെളിപ്പാടാ. നമ്മളിപ്പോ ഇത് വായിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതല്ലാതെ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് റിവീൽ ചെയ്ത് തരുന്ന കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ റെവലേഷൻ എന്ന് വിളിക്കും, വെളിപ്പാടെന്ന് വിളിക്കും. 119-ാം സങ്കീർത്തനം നിങ്ങൾ പറ്റുമെങ്കിൽ വായിക്കണേ. 119-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. എന്തിനാ അങ്ങനെ പറയുന്നത്? വചനത്തിനകത്ത് എഴുതി വെച്ചിട്ടില്ലേ? ഇതിനകത്ത് എഴുതിയത് മനസ്സിലാക്കണേ പോലും നമുക്ക് വെളിപ്പാടിന്റെ ആത്മാവ് വേണം. ഇനി വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു തരാം. പത്രോസിന്റെ ഒരിക്കൽ കർത്താവ് ചോദിച്ചു, പത്രോസിനോട് കർത്താവ് ചോദിച്ചു, പത്രോസേ, ഞാൻ ആരാകുന്നെന്നാ നീ പറയുന്നത്? അപ്പൊ പത്രോസ് പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടോ? യേശു പറഞ്ഞു, ഇത്
മനുഷ്യരാരും അല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അപ്പൊ ഇത് വെളിപ്പെടുത്തി കിട്ടിയാലേ യേശു ദൈവത്തിനാണെന്ന് പോലും മനുഷ്യന് മനസ്സിലാവൂ. അപ്പൊ നമുക്ക് വേണ്ടിയത് ഈ രണ്ട് കാര്യമാണ്. ഒന്ന് ജ്ഞാനത്തിന്റെ ആത്മാവ്, വെളിപ്പാടിന്റെ ആത്മാവ്. ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവ് വരുമ്പോൾ എന്തോ മനസ്സിലാകും? നമ്മുടെ ദൈവം ജീവനുള്ളവനാണെന്നും ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ അകത്തുണ്ടാകും. അപ്പൊ പൗലോസ് പറയുന്നത് ഇതാണ്, ജനത്തിന് ഈ രണ്ട് കാര്യം കിട്ടണം. എന്തോ കിട്ടണം? ജ്ഞാനത്തിന്റെ ആത്മാവും വേണം, വെളിപ്പാടിന്റെ ആത്മാവും വേണം. അങ്ങനെ ഈ ജനത്തിന് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകണം. സഭയിൽ അതാണ് ആവശ്യം. നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മുടെ സഭയിൽ ഇന്ന് ഇതല്ലേ ആവശ്യം? നമ്മുടെ സഭയ്ക്ക് വണ്ടിയും വെള്ളവും അല്ല ആവശ്യം. നമുക്കും വണ്ടിയും വെള്ളവും അല്ല ആവശ്യം. നമുക്ക് വേണ്ടിയത് ആത്മസാന്നിധ്യമാണ്. നമുക്ക് വേണ്ടിയത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്. നമുക്ക് വേണ്ടിയത് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടാ. ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ പറയുക, ദൈവമേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയും അരുത്. പ്രൈസ് ഗോഡ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഇതൊക്കെ ദൈവാത്മാവ്. നിങ്ങൾ യെശയ്യാപ്രവചനം വായിക്കുമ്പോൾ ആത്മാവിന്റെ 7 ഗുണങ്ങളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആത്മാവിന്റെ 7 ഗുണങ്ങളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യം പറയുന്നത് ജ്ഞാനത്തിന്റെ ആത്മാവെന്ന്. ജ്ഞാനത്തിന്റെ ആത്മാവ്. ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവന് ജ്ഞാനം ഉണ്ടാകും. എന്തോ ജ്ഞാനമാ? ലോകത്തിലെ ആൾക്കാരുടെ മുമ്പിൽ IAS പ്രിപ്പയർ ആക്കുന്ന ജ്ഞാനമല്ല, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവന്റെ അകത്ത് ഉണ്ടാക്കുന്ന ജ്ഞാനം. അതാണ് റിയൽ ജ്ഞാനം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവത്തിൽ അടച്ചാണ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയം, നിങ്ങൾ വീട് വെക്കാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും